കർത്താവിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ വിശുദ്ധ വൽക്കാലം സർവശക്തനെ ഒരിക്കൽ കൂടി ആരാധിപ്പാൻ ക്രിസ്തേശുവിൽ നിന്ന് നമ്മളെ സ്നേഹിച്ച ദൈവത്തെ ഹല്ലേലൂയ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ ചില ആഴ്ചകളായി നമ്മൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഹല്ലേലൂയ സ്തോത്രം അതിൻ്റെ ആഴങ്ങളും സത്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ചില ഹല്ലേലൂയ സ്തോത്രം ആഴ്ചകളായിട്ട് കർത്താവിൻ്റെ നാമത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോസ്തലനായ പൗലോസ് ഹല്ലേലൂയ സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ പറഞ്ഞിരിക്കുകയാണ്, ഞാൻ പോയ ശേഷം അന്ന് വായിച്ചേ, ആട്ടിൻകൂട്ടത്തെ ആദരിക്കാത്ത കൊടിയ ചെന്നായ്ക്കൾ നിങ്ങളുടെ ഇടയിൽ കടക്കും അറിയുന്നു. വിപരീത ഉപദേശം പ്രസ്താവിക്കുമെന്ന് നിങ്ങളുടെ ഇടയിൽ നിന്ന് എഴുന്നേൽക്കുമെന്ന് അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം 29-ാമത്തെ വാക്യത്തിൽ എന്തിരിക്കുക എഴുതി വെച്ചിരിക്കുക. ഹല്ലേലൂയ സ്തോത്രം. പൗലോസൊക്കെ പോയതിനു ശേഷം കൊടിയ ചെന്നായ്ക്കൾ എഴുന്നേറ്റ് അല്ലെങ്കിൽ AD 325 എന്ത് ചെയ്തു? ഉപദേശത്തെ മാറ്റി. ഹല്ലേലൂയ. കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു യേശുക്രിസ്തുവിന്റെ നാമത്തെക്കുറിച്ചുള്ള ഹല്ലേലൂയ സ്തോത്രം, യേശുവിന്റെ നാമത്തെക്കുറിച്ചുള്ള ഒൺലി ജീസസ് എന്നുള്ള ആരാധനയെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അല്ലാതെ യേശുക്രിസ്തുവിന്റെ നാമം തെറ്റല്ല. യേശുക്രിസ്തുവിന്റെ നാമമാണ് ശരി. എല്ലാ നാമത്തിനും മേലായ നാമം ഏതാ? യേശുക്രിസ്തുവിന്റെ നാമത്താണ്. എന്നാൽ ആ ഒൺലി ജീസസ് എന്നുള്ള ഉപദേശം എന്താണെന്ന് പറഞ്ഞേ തെറ്റാണ്. ഹല്ലേലൂയ സ്തോത്രം. അവർ പറയുന്നത് കർത്താവ് ഏകനാണെന്ന് പറയുന്നത്. എന്നാൽ യോഹന്നാന്റെ സുവിശേഷം 16-ാം അധ്യായം 32-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ടെ. നിങ്ങൾ ഓരോരുത്തൻ താന്താന്റെ സ്വന്തത്തിലേക്ക് എന്ത് ചെയ്യും? ചിതറിപ്പോവുകയും യേശു പറയാണ്, എന്നെ ഏകനായി വിടുകയും നാഴിക വരുന്നു. എന്നെ ഏകനായി വിടുന്ന നാഴിക വരുന്നു. എന്നിട്ട് പറയാണ് യേശു വന്നുമിരിക്കുന്നു. പിതാവ് എന്നോട് കൂടെ ഉള്ളത് കൊണ്ട് ഞാൻ ഏകനല്ല. സ്തോത്രം. യേശു ഭൂമിയിലിരിക്കുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം ശിഷ്യന്മാരോട് പറയാം, നിങ്ങളെല്ലാവരും എന്നെ എന്ത് ചെയ്യും? ഇട്ടിട്ട് ഓടിപ്പോകും. പക്ഷേ ഞാൻ പിതാവ് എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ ആരല്ല? യേശുവേ പറഞ്ഞ് ഞാൻ ഏകനല്ലെന്ന്. ഹല്ലേലൂയ. അപ്പോൾ യേശു നാമക്കാർ പറയുന്നത് ആ പിതാവ് തന്നെയാണ് പുത്രനായി വന്നെന്ന്. ഹല്ലേലൂയ സ്തോത്രം. അപ്പോൾ അത് ദുരുപദേശം വന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ച പഠിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇനി യേശുക്രിസ്തുവിന്റെ നാമം ശരിയാണ്. യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള ദുരുപദേശത്തെ കുറിച്ചാണ് ഞാൻ പഠിപ്പിച്ചത്. ഒരു ഉപദേശത്തെ കുറിച്ച് കൂടെ നമുക്ക് പഠിക്കാൻ ഹല്ലേലൂയ ദൈവം ഇടയാക്കട്ടെ. ഹല്ലേലൂയ സ്തോത്രം. ഏതാണ്ട് 1708 ഹല്ലേലൂയ സ്തോത്രം ആരംഭിച്ച ഒരു ഉപദേശത്തെ കുറിച്ചാണ്. ഹല്ലേലൂയ സ്തോത്രം. AD 1-ാം നൂറ്റാണ്ടിലെ ഉപദേശമല്ല, AD 1708 ആരംഭിച്ച ഒരു ഉപദേശത്തെ കുറിച്ചാണ് ഇന്ന് ഹല്ലേലൂയ സ്തോത്രം നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. അത് ബ്രദറൻ ഉപദേശമാണ്. ബ്രദറൻ എന്നുള്ള ഒരു സഭയുണ്ട്. ഹല്ലേലൂയ. അതിന്റെ ഉപദേശത്തെ കുറിച്ചാണ് നമുക്ക് ഇന്ന് ചിന്തിക്കാൻ പോകുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇത് 1708 അലക്സാണ്ടർ മാർക്ക് ഹല്ലേലൂയ ജർമ്മനിയിൽ ഹല്ലേലൂയ സ്തോത്രം ആരംഭിച്ചതാണ്. ഹല്ലേലൂയ സ്തോത്രം ഈ സഭ എന്ന പൗലോസ് പറഞ്ഞു, ഞാൻ പോയതിനു ശേഷം ആര് വരും? കൊടിയ ചെന്നായ്ക്കൾ ഒന്ന് എന്ത് ചെയ്യും? ദുരുപദേശം ഉണ്ടാക്കുമെന്ന് പറഞ്ഞല്ലേ? വിപരീത ഉപദേശം. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പൊ വിപരീത ഉപദേശം എന്നുണ്ടായി? 1708 ഒരു ഉപദേശം ഉണ്ടായി. ഹല്ലേലൂയ സ്തോത്രം. ഇത് 1833 എന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അന്തോണി നോറിസ് ഗ്രൂവ്സ് എന്ന ഒരു മനുഷ്യൻ അത് എന്ത് ചെയ്തു? ഇന്ത്യയിൽ കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ഇനി 1872 മത്തായി ഉപദേശി എന്ത് ചെയ്തു? കേരളത്തില് ഈ ഉപദേശം കൊണ്ടുവന്നു. ഹല്ലേലൂയ സ്തോത്രം. ഒരു വചനം വായിക്കാം. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4-1 മുതൽ വായിച്ചാട്ടെ. അതുകൊണ്ട് ഞങ്ങൾക്ക് കരുണ ലഭിച്ചിട്ട് ഈ ശുശ്രൂഷ ഉണ്ടാകിയാൽ ഞങ്ങൾ എന്ത് ചെയ്തില്ല? അധൈര്യപ്പെടാതെ ലജ്ജാകരമായ രഹസ്യങ്ങളെ ത്യജിച്ചുകൊണ്ട് ഉപായം പ്രയോഗിക്കാതെ ദൈവവചനത്തിൽ എന്ത് ചെയ്യരുത്? 1708 കൂട്ടിച്ചേർത്തു. എന്താ കൂട്ടിച്ചേർത്തു നമുക്ക് പഠിപ്പിക്കാം. അല്ലെ? കൂട്ടിച്ചേർക്കാതെയും സത്യം വെളിപ്പെടുത്തുന്നതിനാൽ ദൈവസന്നിധിയിൽ സകല മനുഷ്യരുടെ മനസാക്ഷിക്ക് ഞങ്ങളെ തന്നെ ബോധ്യമാക്കുന്നു. വായിക്കുക. എന്നാൽ പൗലോസ് പറയണം, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം ആർക്കെങ്കിലും മറഞ്ഞിരിക്കുന്നുവെങ്കിൽ അതാർക്കാ മറഞ്ഞിരിക്കുന്നത്? നശിച്ചു പോകുന്നവർക്കാ മറഞ്ഞിരിക്കുന്നത്. 1 കൊരിന്ത്യർ 15-34 കൂടെ വായിച്ചാട്ടെ. നീതിക്ക് നിർമ്മലരായിരിപ്പിൻ, പാപം ചെയ്യാതിരിപ്പിൻ. പൗലോസ് അപ്പോസ്തലൻ പറയാ, ചിലർക്ക് ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനമില്ല. ഞാൻ ഇത് ലജ്ജയ്ക്കായി നിങ്ങളോട് പറയുന്നു. ഈ വചനം നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ മുതൽ ഇത് തീരുന്നിടം വരെ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കണം. ഏത് വചനം? ചിലർക്ക് ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമില്ല, ഞാനിത് ലജ്ജയ്ക്കായി
നിങ്ങളോട് പറയുന്നു. ഇവരെ എഴുതിയിരിക്കുന്ന ദൈവം ഈ ബൈബിളിലുണ്ടോ എന്ന് നമുക്ക് പഠിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ ദൈവത്തെക്കുറിച്ചുള്ള പരിജ്ഞാനമാണ് നമ്മൾ ഇന്ന് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്. 1 പത്രോസിന്റെ ലേഖനം സ്തോത്രം 2:2 കൂടി വായിച്ചാട്ടെ. എല്ലാ നുണയും നീക്കിക്കളഞ്ഞ് ഇപ്പോൾ ജനിച്ച ശിശുക്കളെ പോലെ രക്ഷയ്ക്കായി വളരുവാൻ നിങ്ങൾ എന്ത് ചെയ്യണം? വചനം എന്ന മായമില്ലാത്ത പാൽ കുടിപ്പാൻ വാഞ്ചിപ്പിക്കും. ഈ പാൽ എങ്ങനെ കുടിക്കണം? മായമില്ലാതെ കുടിക്കണം. അല്ലെങ്കിൽ AD 325 എന്ത് തുടങ്ങി? മായം തുടങ്ങി. നമ്മൾ സെവന്തഡേ കുറിച്ച് പഠിച്ചു, യേശുനാമത്തെ കുറിച്ച് പഠിച്ചു. ഇന്ന് ഈ ബ്രദറിനെ കുറിച്ച് പഠിക്കുകയാണ്. ഇവർ മായത്തിലുമാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മായമില്ലാതെ കുടിക്കണമെന്നാണ് ദൈവത്തിന്റെ വചനം നമുക്ക് എഴുതിയിരിക്കുന്നത്. രക്ഷയ്ക്കായിട്ട് ദൈവത്തിന്റെ വചനം എങ്ങനെ കുടിക്കണം? മായമില്ലാതെ കുടിക്കണം. ഹല്ലേലൂയ, സ്തോത്രം. ഒരു വാക്യം കൂടെ വായിച്ചിട്ട് അവരുടെ ഉപദേശത്തിലേക്ക് നമുക്ക് വരാം. ഹല്ലേലൂയ, സ്തോത്രം. 2 തീമോഥെയോസ് എഴുതിയ ലേഖനം 2:14 മുതൽ വായിച്ചാട്ടെ. കേൾക്കുന്നവരെ മറിച്ചു കളയുന്നതിനല്ലാതെ ഇത് ഇവർ പ്രസംഗിച്ചേക്കുന്നതൊക്കെ എന്താണെന്നുള്ളത് ഹല്ലേലൂയ, സ്തോത്രം തിരുവചനത്തിലൂടെ പഠിപ്പിക്കുന്നത് കേൾക്കുന്നവർക്ക് മറിച്ചു കളയാനല്ലാതെ ഒന്നിനും കൊള്ളാത്ത വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി ഈ വാഗ്വാദം ചെയ്യാതിരിക്കണമെന്ന് കർത്താവിനെ സാക്ഷിയാക്കി അവരെ ഓർമ്മപ്പെടുത്തുക. സത്യവചനത്തെ യഥാർത്ഥമായി എങ്ങനെയാ പ്രസംഗിക്കേണ്ടത്? സത്യവചനത്തെ യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത വേലക്കാരനായിട്ട് എന്ത് ചെയ്യണം? ദൈവത്തിന് കൊള്ളാവുന്നതിനായിട്ട് നിൽക്കണം. മനുഷ്യന് കൊള്ളാവുന്നതായിട്ടല്ല, ദൈവത്തിന് കൊള്ളാവുന്നവനാകുമ്പോൾ മനുഷ്യനും എന്തായാലും കൊള്ളാവുന്നവൻ ആദ്യം ആർക്ക് കൊള്ളാവുന്നവനാകണം? ഹല്ലേലൂയ, സ്തോത്രം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാണ്. ഹല്ലേലൂയ, സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. താഴോട്ട് കൊണ്ട് വായിച്ചാട്ടെ. ഭക്തിവിരുദ്ധമായ ഇനി പറയാണ് പൗലോസ് അപ്പോസ്തലൻ ഭക്തിവിരുദ്ധമായ തിമോഥെയോസിനോട് പറയാണ്, ഭക്തിവിരുദ്ധമായ വൃഥാലാഭങ്ങളെ ഒഴിഞ്ഞിരിക്കണം. ആ വകക്കാർക്ക് അഭക്തി അധികം മുതിർന്നു വരും. ഇത് AD 320 അഭക്തി മുതിർന്നു വന്നത് ഞാൻ താഴോട്ട് വായിച്ചു വരാം. അവരുടെ ഉപദേശത്തെ കുറിച്ച് പറഞ്ഞു വരുമ്പോൾ എങ്ങനെയാണ് ഇവരുടെ അഭക്തി ഉണ്ടായെന്ന് ഞാൻ പറഞ്ഞു തരാം. ഹല്ലേലൂയ, വായിക്കും. അവരുടെ വാക്ക് എങ്ങനെയായിരിക്കും? അർബുദവ്യാധി പോലെ തിന്നുകൊണ്ടിരിക്കും. എങ്ങനെ? ഇത് ആത്മീയ ക്യാൻസറാണ്. AD 320 ഉണ്ടായത് എന്താണ്? അർബുദവ്യാധി. എങ്ങനെയാണ്? ഒരിടത്ത് ക്യാൻസർ വന്നു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ശരീരം മുഴുവൻ എന്ത് ചെയ്തുകൊണ്ടിരിക്കും? പടർന്നുകൊണ്ടിരിക്കും. ഇത് ആത്മീയ ക്യാൻസറാ. ഹല്ലേലൂയ, സ്തോത്രം. ബൈബിൾ പറയുന്നത് ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെ എന്ത് ചെയ്യുന്നു? പ്രസവ വേദനപ്പെടുന്ന എന്റെ മക്കളെ എന്നാണ് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു നമ്മളിൽ എന്ത് ചെയ്യണം? ഉരുവാകണം. ഇവര് പഠിപ്പിച്ച ക്രിസ്തു ഇതിനകത്ത് ഉണ്ടോ എന്ന് നോക്കണം. കാരണം പൗലോസ് അപ്പോസ്തലൻ പറയാണ്, കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനത്തിൽ പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ എന്ത് ചെയ്യുന്നു? പ്രസംഗിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവരുടെ വാക്ക് എങ്ങനെയായി തീരും? അർബുദവ്യാധി പോലെ. ഹല്ലേലൂയ, സ്തോത്രം. എന്താണ് ഇവരുടെ ഉപദേശം? ഹല്ലേലൂയ, സ്തോത്രം. ഇവർ പഠിപ്പിക്കുന്നത് തന്നെ ലളിതമായ ജീവിതമാണ്. വാക്ക് ദ ടോക്ക്. വാക്കും പ്രവൃത്തിയും എന്തായിരിക്കണം? ഹല്ലേലൂയ, ഒരുപോലെ ആയിരിക്കണമെന്ന് അവർ പഠിക്കുന്നു. പിന്നെ ഇനി അവരുടെ ഏറ്റവും വലിയൊരു അവർ എഴുതി വെച്ചിരിക്കുന്നത് വ്യത്യസ്തവും സമതുല്യവും സമാശ്വാസമായ 3 വ്യക്തികളിൽ ശാശ്വതമായി നിലനിൽക്കുന്ന സർവശക്തനായ ദൈവം മാത്രമേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നു. എങ്ങനെയാണെന്ന് നോക്കണേ, എത്ര ഗൂഢമായിട്ട് അത് എഴുതി വെച്ചിരിക്കുന്നു നോക്കണം. ആർക്കും മനസ്സിലാകാത്ത രീതിയിലാണ് അല്ലേ? വ്യത്യസ്തവും സമതുല്യവും പിന്നെ സഹശാശ്വതമായ 3 വ്യക്തികളിൽ. അപ്പോൾ 3 വ്യക്തികളിൽ ഒന്നായിരിക്കുന്ന ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. ഇതിലെന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. മറുപടി ഒരു വാക്യം വായിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. സംഖ്യാപുസ്തകം 23:19 ഒന്ന് വായിച്ചാട്ടെ. വ്യാജം പറവാൻ ദൈവം മനുഷ്യനല്ല. ദൈവം ആരാണെന്നാ പറഞ്ഞേ? ദൈവം മനുഷ്യനല്ല. പിന്നെ അനുദപിപ്പാൻ അവൻ മനുഷ്യപുത്രനുമല്ല. ഇവിടെ ആരാ വന്നത്? ഹല്ലേലൂയ, സ്തോത്രം. വ്യാജം പറവാൻ ദൈവം മനുഷ്യനാണോ? മനുഷ്യപുത്രനാണോ? അല്ല. യേശു ആരായിരുന്നു? ദൈവപുത്രനുമാണ്, മനുഷ്യപുത്രനാണ്. വ്യാജം പറയാൻ ദൈവം മനുഷ്യനല്ല. ഇവര് പഠിപ്പിക്കുന്നത് 3 വ്യക്തികളിൽ എന്ത് ചെയ്യണം? കൂടിയിരുന്നുള്ള സത്യേക ദൈവം. ത്രിയേകം എന്നാണ് പറയുന്നത്. എന്താ? ത്രിയേക ദൈവം. ഹല്ലേലൂയ, സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2:8-9 കൂടെ വായിച്ചാട്ടെ. തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആര് നിങ്ങളെ എന്ത് ചെയ്യരുത്? കവർന്ന് കളയാതിരിക്കാൻ നിങ്ങൾ എന്ത് ചെയ്യണം? സൂക്ഷിക്കണം. ബൈബിളിലെല്ലാം ഉണ്ട്. അതുകൊണ്ട് സൂക്ഷിക്കണം. അങ്ങനെയെങ്കിൽ ഇങ്ങനെ ദൈവത്തിനെല്ലാം വചനത്തിനെല്ലാം ഒരു എന്തുണ്ട്? അല്ലെങ്കിൽ ഒരു ഉറപ്പുണ്ട്. അല്ലെങ്കിൽ സ്തോത്രം വായിച്ചേ. അത് മനുഷ്യരുടെ പാരമ്പര്യത്തിന് ഒത്തവണ്ണം അല്ലാതെ, ലോകത്തിലെ ആദ്യ പാഠങ്ങൾക്ക് ഒത്തവണ്ണം അല്ലാതെ, ക്രിസ്തുവിന് ഒത്തവണ്ണമുള്ളതല്ല. ലോകത്തിന്റെ ആദ്യ പാഠം തൃത്വമാണ്. ഞാനതിന്റെ തെളിവ് തരം ഇപ്പോൾ ഞാൻ പറഞ്ഞു തരാം. അതിനൊത്തവണ്ണമല്ല. വായിക്കേ. അവനിലല്ലോ ദൈവത്തിന്റെ സർവസമ്പൂർണതയും ദേഹരൂപമായിട്ട് ആരല്ല വസിക്കുന്നത്?
ക്രിസ്തുവില. ഹല്ലേലൂയ സ്തോത്രം. അവനിലല്ലോ ദൈവത്തിന്റെ സർവ്വ ആത്മാവാകുന്ന ദൈവത്തിന്റെ സർവ്വ സമ്പൂർണതയും ദേഹരൂപമായിട്ട് ആരാ വസിക്കുന്നത്? ഹല്ലേലൂയ സ്തോത്രം. ഇനി കൊലോസ്യർ 3:10 കൂടെ ഒന്ന് വായിച്ചാട്ടെ. തന്നെ സൃഷ്ടിച്ചവൻ, അവനെ ഒരാൾ സൃഷ്ടിച്ചല്ലേ, തന്നെ സൃഷ്ടിച്ചവന്റെ അവന്റെ പ്രതിമ പ്രകാരം ആ പുതിയ മനുഷ്യനെ എന്ത് ചെയ്യുന്നു? ധരിച്ചിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പ്രതിമയാണ് അവൻ. ഹല്ലേലൂയ സ്തോത്രം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2:14 മുതൽ 16 വരെ ഒന്ന് വായിക്കുക. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാനല്ലോ ഇവരെന്തിനാ ഈ സുവിശേഷം അറിയിച്ചിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചത്. കർത്താവായ യേശുവിന്റെ മഹത്വം പ്രാപിക്കാനാണ് എന്ത് ചെയ്തത്? ഞങ്ങൾ ഈ വിളിച്ചത്. ആകയാൽ സഹോദരന്മാരെ, പൗലോസ് പറയും, ആകയാൽ സഹോദരന്മാരെ നിങ്ങൾ ഉറച്ചു നിൽക്കണം. ഞങ്ങൾ വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന പ്രമാണങ്ങളെ മുറുകെ പിടിച്ചോളണം. അവ എങ്ങനെയല്ല? വാക്കിനാലോ ലേഖനത്താലോ ഉപദേശിച്ചു തന്ന എന്ത് ചെയ്യണം? പ്രമാണങ്ങളെ എന്ത് ചെയ്യണം? മുറുകെ പിടിക്കണം. വാക്കിനാലും ലേഖനത്താലും പൗലോസും പത്രോസും യാക്കോബും യൂദയും യാക്കോബും എല്ലാവരും എഴുതിയിരിക്കുന്നതെല്ലാം ഹല്ലേലൂയ സ്തോത്രം എന്താണെന്ന് നമ്മൾ എന്ത് ചെയ്യണം? യാക്കോബ് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? ദൈവം ഏകനെന്ന് വിശ്വസിക്കുന്നത് കൊള്ളാം, പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുകയും വിറയ്ക്കുകയും ചെയ്യുന്നതെന്നാണ് യാക്കോബിന്റെ ലേഖനത്തിൽ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3:17 കൂടെ വായിച്ചാട്ടെ. ഞങ്ങൾ ഉപദേശിച്ച് തന്നതിൽ നിങ്ങൾ നിലനിൽക്കണമെന്ന് പറഞ്ഞിട്ട് കൊലോസ്യർക്ക് പൗലോസ് ലേഖനം എഴുതുന്ന പറയാണ്, വാക്കിനാലോ ക്രിയയാലോ എന്ത് ചെയ്താലും സകലവും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം, യേശു മുഖാന്തരം എന്ത് ചെയ്യണം? യേശു ആരാന്ന് പഠിപ്പിക്കുന്നത്? കർത്താവ്. അവരവരുടെ വീട്ടിലെ കർത്താവ് ആരാ? അവരുടെ ഗൃഹനാഥന. ദൈവം അവനെ ലോകത്തിന് കർത്താവാക്കി വെച്ചു. പത്രോസ് എന്ന അപ്പോസ്തല പ്രവൃത്തിയിൽ പ്രസംഗിയാണ്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ക്രിസ്തുവും കർത്താവും ആക്കി വെച്ചതാ. ഹല്ലേലൂയ സ്തോത്രം. അപ്പം കർത്താവായ യേശുവിന്റെ നാമത്തിൽ ചെയ്തും അവൻ മുഖാന്തരം പിതാവായ ഏകദൈവത്തിന് എന്ത് ചെയ്യണം? സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പൊ വാക്കെന്ന് പറഞ്ഞാൽ എന്താ? പ്രസംഗം. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ? വാക്ക്. പിന്നെ ക്രിയ എന്ന് പറഞ്ഞാൽ എന്താ? സ്നാനം, തിരുവത്താഴം, പിന്നെ ഹല്ലേലൂയ സ്തോത്രം കർത്തൃമേശ, അതന്നെ കർത്തൃമേശ, ഇതെല്ലാം എന്താണ്? ക്രിയയാണ്. പിന്നെ എന്ത് ചെയ്താലും എങ്ങനെ ചെയ്യണമെന്നാ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്തു അവൻ മുഖാന്തരം എന്ത് ചെയ്യണം? പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കാനാണ്. വാക്കും പ്രവൃത്തിയും ചേരുന്നതാണ് ഹല്ലേലൂയ സ്തോത്രം. കർത്താവായ യേശുവിന്റെ നാമത്തിൽ എന്ത് ചെയ്യണം? ദൈവത്തിനെ സ്തുതിക്കണം. ഹല്ലേലൂയ സ്തോത്രം. 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 2:9 മുതൽ വായിച്ചത്. അധർമ്മമൂർത്തിയുടെ പ്രത്യക്ഷത നശിച്ചു പോകുന്ന എന്ത് വ്യാപാര ശക്തിയാ? സാത്താന്റെ വ്യാപാര ശക്തി. നമ്മൾ വരുന്ന ഏത് വ്യാപാര ശക്തിയാ? പരിശുദ്ധാത്മാവിന്റെ വ്യാപാര ശക്തി, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവാകുന്ന പിതാവിന്റെ വ്യാപാര ശക്തി. അതിനെ പരിശുദ്ധാത്മാവെന്ന് പറയുന്നു, ആത്മാവെന്ന് പറയുന്നു, ദൈവത്തിന്റെ ആത്മാവെന്ന് പറയുന്നു. വ്യാജമായ സകല ശക്തിയോടും അടയാളങ്ങളും നടക്കും അവിടെ. അടയാളങ്ങളോടും അത്ഭുതങ്ങളോടും ആയിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. ഇവന്റെ ശക്തി എങ്ങനെയായിരിക്കും? സകല അനീതി നിറഞ്ഞതായിരിക്കും. ഹല്ലേലൂയ സ്തോത്രം. AD 325 എന്ത് തുടങ്ങി? അനീതി തുടങ്ങി. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം. പിതാവായ ദൈവം, പുത്രനായ ദൈവം, പരിശുദ്ധാത്മാവായ ദൈവം, യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും അവരെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവര് ഗൂഗിളിൽ അവർ ഇട്ടിരിക്കുന്നതാണ് അവരുടെ സഭയെക്കുറിച്ച്. എങ്ങനെ ഇട്ടിരിക്കുന്നത്? അവർ പിതാവായ ദൈവത്തിലും പുത്രനായ ദൈവത്തിലും പരിശുദ്ധാത്മാവായ ദൈവത്തിലും യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും എന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. 1 പത്രോസിന്റെ എഴുതിയ ലേഖനം 1:20-21 വായിച്ചാട്ടെ. അവൻ മുഖാന്തരം ദൈവത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് നിമിത്തം ഈ അന്ത്യകാലത്ത് വെളിപ്പെട്ടവനുമാകുന്നു. ദൈവമാണ് അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന്. ഇനി അതിനൊന്നും കഴിഞ്ഞ ആഴ്ചയൊക്കെ ഞാൻ പഠിപ്പിച്ചല്ലോ, ദൈവമാണ് അവനെ ഉയർപ്പിച്ചെന്ന് പറഞ്ഞുള്ള വചനങ്ങൾ ഒരുപാട് പറഞ്ഞതായതുകൊണ്ട് ഇനി അതിലേക്ക് ഞാൻ വരുന്നില്ല. അപ്പം ഇവർ പഠിപ്പിക്കുന്നത് യേശുക്രിസ്തുവിന്റെ ദൈവത്വത്തിലും എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. യേശുക്രിസ്തു ദൈവമാണെങ്കിൽ തന്നെ ഉയർത്താൻ പോലെ. ആരാ ഉയർപ്പിച്ചത്? ദൈവം അവനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് എന്ത് ചെയ്തു? ഉയർപ്പിച്ചു. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 4:19 കൂടെ വായിച്ചാട്ടെ. ക്രിസ്തു നിങ്ങളുടെ ഉരുവാകുവോളം വായിക്കും.
ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പിന്നെയും പ്രസവവേദനപ്പെടുന്നതായ എൻ്റെ കുഞ്ഞുങ്ങളെ ഇന്ന് നിങ്ങളുടെ അടുക്കൽ ഇരുന്ന് ആ. എന്റെ ശബ്ദം മാറ്റുവാൻ കഴിഞ്ഞിരുന്നുവെങ്കിൽ ആ. കൊള്ളാമായിരുന്നു. കൊള്ളാമായിരുന്നു. അല്ലെ ക്രിസ്തു നിങ്ങളിൽ എന്ത് ചെയ്യണം? ഉരുവാകണം. ഇവർ പഠിപ്പിക്കുന്നത് ക്രിസ്തു എങ്ങനെയായിരുന്നോ അവന്റെ ദൈവത്വത്തിൽ എന്ത് ചെയ്തു? അവർ വിശ്വസിക്കുന്നെന്നാ പറഞ്ഞേ. ഹല്ലേലൂയ സ്തോത്രം. യേശു ദൈവമാണ്, പുത്രനാം ദൈവമാണെന്ന് പറഞ്ഞ് എന്ത് ചെയ്യുന്നു? അവര് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അവരുടെ വിശ്വാസം പിതാവാം ദൈവമുണ്ട്, പുത്രനാം ദൈവമുണ്ട്, പരിശുദ്ധാത്മാവും ദൈവമാകുന്ന ത്രിയേക ദൈവത്തിൽ എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ദൈവമാണ് എന്ത് ചെയ്തത്? അവനെ ഉയർപ്പിച്ചത്. അതിൽ ഞാൻ വചനങ്ങൾ മാത്രം പറയാം, ഇത് കേൾക്കുന്നവരൊന്ന് എഴുതിയെടുത്തു. അല്ലെ 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 4:14-15 ദൈവം അവനെ ഉയർപ്പിച്ചു. റോമർ 8:11 യേശുവിനെ ഉയർപ്പിച്ചു. എബ്രായർ 13:20 യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടക്കി വരുത്തിയ ദൈവം. പ്രവൃത്തിയുടെ പുസ്തകം 2:32 യേശുവിനെ ഉയർപ്പിച്ചു. 2:22 മുതൽ പിന്നെ 24 വരെ. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 1:19-20 ഹല്ലേലൂയ സ്തോത്രം. ഹല്ലേലൂയ സ്തോത്രം. വ്യാപരിക്കുന്ന ശക്തി ആത്മാവ് ഉയർപ്പിച്ചു. പിന്നെ 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 6:14 ദൈവം കർത്താവിനെ ഉയർപ്പിച്ചു. ഹല്ലേലൂയ സ്തോത്രം. ഇത്ര വാക്യങ്ങളുണ്ട്, ഇനിയും ഉണ്ട്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഇവർ പഠിപ്പിക്കുന്നത് അനുതാപമുള്ള വിശ്വാസികളെ ത്രിമൂർത്തി, അതായത് പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ് നിബന്ധനത്തിലൂടെയാണ് അവരെന്ത് ചെയ്യുന്നത്? സ്നാനപ്പെടുത്തുന്നത്. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ കാൽ കഴുകൽ, സ്നേഹവിരുന്ന്, കൂട്ടായ്മ, ആരാധന, കർത്താവിന്റെ നാമത്തിൽ രോഗശാന്തി, അഭിഷേകം, കൈവെപ്പ്. ഹല്ലേലൂയ സ്തോത്രം. ഇതിലെന്ത് ചെയ്യുന്നു? ഇവര് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. മത്തായിയുടെ സുവിശേഷം 22:19 പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ എന്ത് ചെയ്യുന്നു? ഹല്ലേലൂയ സ്തോത്രം. സ്നാനം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇവര് സ്നാനപ്പെടുത്തുന്നു. സ്നാനം എന്താണ്? ഹല്ലേലൂയ സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനം 6:3 വായിച്ചാട്ടെ. ബൈബിളിലെ സ്നാനം എങ്ങനെയാണ്? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ. എന്തിനാ സ്നാനം? അല്ല, യേശുക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനം ഏറ്റവരായ നാം എല്ലാവരും അവന്റെ മരണത്തിൽ അവന്റെ മരണത്തിൽ പങ്കാളികളാകുവാൻ സ്നാനം ഏറ്റിരിക്കുന്നു. എന്തിനാ സ്നാനപ്പെട്ടത്? യേശുവിന്റെ മരണത്തിൽ പങ്കാളികളാകുവാനാണ് സ്നാനപ്പെട്ടിരിക്കുന്നത്. ഇനി 6:8 കൂടെ വായിച്ചാട്ടെ. നാം ക്രിസ്തുവിനോട് കൂടെ മരിച്ചുവെങ്കിൽ അവനോടുകൂടെ എന്ത് ചെയ്യും? ജീവിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. ആരോട് കൂടെ മരിക്കണം? യേശുവിനോട് കൂടെ മരിച്ച്, യേശുവിനോട് കൂടെ അടക്കപ്പെട്ട്, യേശുവിനോട് കൂടെ ഉയർക്കുന്നതാണ് സ്നാനം. ഹല്ലേലൂയ സ്തോത്രം. നമ്മളിപ്പോൾ വാക്കിനാലോ ക്രിയാലോ എന്ത് ചെയ്താലും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ചെയ്ത് അവൻ മുഖാന്തരം പിതാവായ ദൈവത്തിന് സ്തോത്രം പറഞ്ഞുകൊണ്ടിരിക്കണം. അപ്പൊ സ്നാനം എങ്ങനെ കൊടുക്കണമെന്നാണ് ബൈബിളിൽ എഴുതിയിരിക്കുന്നത്? യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ കൊടുക്കണം. ഹല്ലേലൂയ സ്തോത്രം. യേശു എത്ര വട്ടം സ്നാനപ്പെട്ടു? 2 വട്ടം സ്നാനപ്പെട്ടു. രണ്ടാമത്തെ സ്നാനം ഒന്ന് വായിച്ചാൽ ലൂക്കോസിന്റെ സുവിശേഷം 12:49-50 വായിച്ചാട്ടെ. എന്തിനാ യേശു ഭൂമിയിൽ വന്നേ? ഭൂമിയിൽ തീ ഇടുവാൻ ഞാൻ വന്നിരിക്കുന്നു, അത് ഇപ്പോഴേ കത്തിയെങ്കിൽ കൊള്ളായിരുന്നു. എങ്കിലും എനിക്കൊരു സ്നാനം ഏൽപ്പാൻ ഉണ്ട്, അത് കഴിവോളം ഞാൻ എത്ര ഞരങ്ങുന്നു. ഒരു സ്നാനം കൂടെ ഏൽക്കാനുണ്ട്. ആദ്യം ആരുടെ അടുത്ത് സ്നാനപ്പെട്ടു? യോഹന്നാന്റെ കീഴിൽ എന്ത് ചെയ്തു? സ്നാനപ്പെട്ട് കഴിഞ്ഞിട്ട് യേശു പറയാണ് ഇനി ഒരു സ്നാനം കൂടെ ഏൽപ്പാനുണ്ട്. ക്രൂശിലെ മരിച്ച് അടക്കപ്പെട്ട് ഉയർക്കുന്നതാണ് യേശുവിന്റെ രണ്ടാമത്തെ സ്നാനം. അതുകൊണ്ട് അതിന്റെ ഹൃദയം എന്ത് ചെയ്യുന്നെന്ന് പറഞ്ഞേ? ഞരങ്ങുന്നു. ഹല്ലേലൂയ. ഇതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തി 19-ാം അധ്യായത്തില് സ്നാനപ്പെട്ടവർ വീണ്ടും എന്ത് ചെയ്യുന്നു? സ്നാനപ്പെടുത്തി. അവർ മാനസാന്തര സ്നാനം, യോഹന്നാന്റെ മാനസാന്തര സ്നാനമാണ് പെട്ടത്. അതുകൊണ്ട് എന്ത് ചെയ്യണം? അന്ന് യേശു മരിച്ചിട്ടില്ലായിരുന്നു. യേശു മരിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? യേശുവിനോട് കൂടെ ഹല്ലേലൂയ സ്തോത്രം സ്നാനപ്പെടണം. ഹല്ലേലൂയ സ്തോത്രം. ലൂക്കോസിന്റെ സുവിശേഷം 23-ാം അധ്യായം 39 മുതൽ വായിച്ചോട്ടെ. തൂക്കിയ ദുഷ്പ്രവർത്തിക്കാരിൽ ഒരുത്തൻ പറയാണ്, നീ ക്രിസ്തു അല്ലയോ? നിന്നെ തന്നെയും ഞങ്ങളെയും രക്ഷിക്കാൻ പറഞ്ഞു അവനെ ദുഷിച്ചു. മറ്റവനോ അവനെ ശാസിച്ചു. എന്ത് ചെയ്തു? ശാസിച്ചു. സമശിക്ഷാവിധിയിൽ തന്നെ ആയിട്ടും വേറെ മറ്റൊരു കള്ളം പറയാണ്. സമശിക്ഷാവിധി, ഒരേ ശിക്ഷാവിധിയിൽ തന്നെ നമ്മൾ ആയിട്ട്. ഇത് മരണശിക്ഷയാണ്. യഹൂദന്മാരുടെ മരണശിക്ഷയാണ് ക്രൂശ് മരണം. ആയിട്ടും നീ ദൈവത്തെ ഭയപ്പെടുന്നില്ലയോ? നീ ദൈവത്തെ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടുന്നില്ലയോ? നാമോ ന്യായമായിട്ട് ശിക്ഷ. ആര് ഭയപ്പെടണമെന്നാ പറഞ്ഞ കള്ളൻ? ദൈവത്തെ ഭയപ്പെടാനാ പറഞ്ഞ. ഹല്ലേലൂയ സ്തോത്രം. കൂടെ കിടക്കുന്ന യേശുവിനെയാണോ പറഞ്ഞത്? ദൈവത്തെ ഭയപ്പെടുന്നത്. അവൻ നീതിമാനാന്ന് പറയുന്നത്. വായിച്ചോ, താഴോട്ട് വായിച്ചേ. നാമോ ന്യായമായിട്ട് ശിക്ഷ അനുഭവിക്കുന്നു. നാം പ്രവർത്തിച്ചതിന് യോഗ്യമായതല്ല. നാം പ്രവർത്തിച്ചതിന് എന്ത് ചെയ്യുന്നു? യോഗ്യമായത് ചെയ്യുന്നു. സംഭവിക്കുന്നു. ഇവനോ അന്ന് യേശുവിനെ കുറിച്ച് പറയാണ്. ഇവനോ അരുതാത്തതൊന്നും ചെയ്തിട്ടില്ല. എന്നിട്ട് അവൻ എന്താ പറയുന്നത് എന്ന് പറഞ്ഞു. പിന്നെ അവൻ യേശുവിനോട് പറയാണ്, യേശുവേ നീ രാജ്യത്വം പ്രാപിച്ചു. നീ എങ്ങനെ വരും? രാജ്യത്വം പ്രാപിച്ച് എന്ത് ചെയ്യും? ഈ ഭൂമിയിലേക്ക് എന്ത് ചെയ്യും? വീണ്ടും വരുമ്പോ എന്നെ ഓർത്തുകൊള്ളണമേ. എന്നെ എന്ത് ചെയ്യണം?
ഓർത്തുകൊള്ളണമേ. വായിക്കേ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇന്ന് നീ എന്നോട് കൂടെ പർദീസയിൽ ഇരിക്കും. ഞാൻ കഴിഞ്ഞ ആഴ്ച ഹല്ലേലൂയ സ്തോത്രം യേശു മരിച്ചിട്ട് എവിടെയായിരുന്നു 3 ദിവസം എന്നൊക്കെ നിങ്ങളെ പഠിപ്പിച്ചാണ്. 2 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 12:2 മുതൽ 5 വരെ പൗലോസ് അപ്പോസ്തലൻ പറയാ, ക്രിസ്തുവിലുള്ള ഒരു മനുഷ്യനെ ഞാൻ അറിയുന്നു. 14 സംവത്സരം മുമ്പേ എവിടം വരെ എടുക്കപ്പെട്ടു? 3-ാം സ്വർഗത്തോളം എന്ത് ചെയ്തു? എടുക്കപ്പെട്ടു. ശരീരത്തോടെ ഒന്നും ഞാൻ അറിയുന്നില്ല, ശരീരം കൂടാതെയോ ഒന്നും ഞാൻ അറിയുന്നില്ല. എവിടം വരെ എടുത്തുകൊണ്ട് 3-ാം സ്വർഗം എന്താ? പർദീസ. ഹല്ലേലൂയ സ്തോത്രം. പിന്നെ ഭൂമിയിലേക്കുള്ള അവന്റെ ഹല്ലേലൂയ സ്തോത്രം വ്യക്തിപരവും ദൃശ്യവുമായ തിരിച്ചുവരവിൽ എന്ത് ചെയ്യുന്നു? ബ്രദറൻകാർ വിശ്വസിക്കുന്നത്. എങ്ങനെ വിശ്വസിക്കുന്നത്? ഭൂമിയിലേക്കുള്ള അവന്റെ വ്യക്തിപരവും ദൃശ്യം എന്ന് പറഞ്ഞാൽ എന്താ? കാണുന്നതുമായ തിരിച്ചുവരവിൽ എന്ത് ചെയ്യുന്നു? ബ്രദർക്കാർ വിശ്വസിക്കുന്നത്. എങ്ങനെ വരുന്ന? വ്യക്തിപരമായിട്ടുള്ള. യേശു എങ്ങനെ വരുന്നത്? വ്യക്തിപരം എന്ന് പറഞ്ഞാൽ എന്താ? ഇതെന്റെ വ്യക്തിപരമായ കാര്യമാണെന്ന് പറഞ്ഞാൽ എന്താ? അതിനർത്ഥം അപ്പുറം ആരുമില്ല. അപ്പോൾ യേശുവിന്റെ വ്യക്തിപരമായ വരവാന്നാണ് ഇവർ പഠിപ്പിക്കുന്നത്. അല്ലെങ്കിൽ മത്തായിയുടെ സുവിശേഷം 24:36 പറയാണ്, ആ നാളും നാഴികയും സംബന്ധിച്ച് പിതാവല്ലാതെ ഒരു സ്വർഗത്തിലൊരു ദൂതനോ പുത്രൻ കൂടെ എന്ത് ചെയ്യുന്നില്ല, അറിയുന്നില്ല. ഇവർ പഠിപ്പിക്കുന്നത് എങ്ങനെയാ? അവന്റെ തന്റെ വ്യക്തിപരമായ വരവിലേക്ക് എന്ത് ചെയ്യുന്നു? അല്ലെങ്കിൽ അവർ വിശ്വസിക്കുന്നെന്നാ പറയുന്നത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ സ്തോത്രം 2 തിമോഥെയോസിന് എഴുതിയ ലേഖനം 3:16 മുതൽ വായിച്ചട്ടെ. ഇവർ ഇതിന് ആധാരമായി കൊടുത്തിരിക്കുന്ന വചനമാണ്. വായിച്ചേ. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകിയാൽ തിരുത്തലിനും ആകുന്നു. ഈ വചനത്തിൽ എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. ആ വചനം എന്താ എഴുതിയിരിക്കുന്നത്? ഒന്നുകൂടെ വായിച്ചത്. എല്ലാ തിരുത്തും ദൈവവിശ്വാസിയുമാണെന്ന് വിശ്വസിക്കുന്നുണ്ട്. പിന്നെ ദൈവത്തിന്റെ മനുഷ്യനെ വായിക്കേ. സകല സൽപ്രവൃത്തിക്കും വക പ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനയ്ക്കും തിരുത്തലിനും നീതിയിലുള്ള പരിശീലനത്തിനും പ്രയോജനമുള്ളതാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. ഈ വചനത്തിൽ അവരെന്ത് ചെയ്യുന്നു? വിശ്വസിക്കുന്നു. യെശയ്യാപ്രവാചകന്റെ പുസ്തകം 43:10 അവർ വിശ്വസിക്കുന്നുണ്ട്. വായിച്ചാട്ടെ. നിങ്ങൾ അറിഞ്ഞ് എന്നെ വിശ്വസിക്കുകയും ഞാനാകുന്നു എന്ന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങൾ എന്റെ സാക്ഷികളും 10 മതി. അതിലെഴുതിയാണ്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയില്ല. 43:10 യെശയ്യാവ് ദൈവം പറയാണ്, എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ ഈ വചനത്തിൽ അവർ വിശ്വസിക്കുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് രണ്ടാമത്തെ ഒരു ദൈവം ഉണ്ടാകുന്നത്? ത്രിയേകൻ. അവർ ആദ്യം തന്നെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? പിതാവാം ദൈവത്തിലും പുത്രനാം ദൈവത്തിലും പരിശുദ്ധാത്മാവും ദൈവത്തിലും എന്ത് ചെയ്യുന്നു? അവർ വിശ്വസിക്കുന്നു. ദൈവം പറയും. അങ്ങനെയാണെങ്കിൽ ദൈവത്തിനെ ഇവർ ആരാക്കിയിരിക്കുകയാണ്? ഇപ്പോൾ കള്ളം പറയുന്നവനാക്കിയിരിക്കുകയാണ്. സത്യദൈവം എന്താ പറഞ്ഞത്? എനിക്ക് മുമ്പൊരു ദൈവം ഉണ്ടായിട്ടില്ല, എൻ്റെ ശേഷം ഉണ്ടാകുകയില്ല. 2 പത്രോസിന്റെ ലേഖനം 1:19 മുതൽ 21 വരെ വായിച്ചോട്ടെ. അധികം സ്ഥിരമായി നമുക്കുണ്ട്. നേരം എടുക്കുകയും നിങ്ങളുടെ ഹൃദയങ്ങൾ ഉദയനക്ഷത്രം ഉദിക്കുകയും ചെയ്യുന്നത് വരെ ഇരുണ്ട സ്ഥലത്ത് പ്രകാശിക്കുന്ന വിളക്ക് പോലെ അതിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. ആരെ കരുതിക്കൊണ്ടാൽ? യേശുവിനെ കരുതിക്കൊണ്ടാൽ നല്ലത്. തിരുവെഴുത്തിലെ പ്രവചനം ഒന്നും സ്വയമായിട്ട് അല്ല, ആദ്യം തന്നെ എന്ത് ചെയ്യണം? ഇതിനകത്ത് എഴുതിയിരിക്കുന്ന എല്ലാം സ്വയമായിട്ട് എഴുതിയതല്ലെന്ന് ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? അറിയണം. എന്താ എഴുതിയിരിക്കുന്നത്? എനിക്ക് മുമ്പ് ഒരു ദൈവം ഉണ്ടായിട്ടില്ല, അതിന് ശേഷം ഉണ്ടായില്ല. സ്വയമായിട്ട് എഴുതിയതാണോ? ഹല്ലേലൂയ സ്തോത്രം. ദൈവത്തിന്റെ വചനം മുഴുവൻ എന്ത് ചെയ്താ? 7 പ്രാവശ്യം ശുദ്ധി ചെയ്ത വെള്ളിയെക്കാട്ടിലും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ശുദ്ധമായ വചനമാണ്. ഹല്ലേലൂയ. അത് സ്വർഗത്തിലുണ്ട്, ആ സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുക. ഹല്ലേലൂയ. അപ്പൊ ആ വചനം വെച്ചാൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? ദൈവം ന്യായം വിധിക്കാൻ പോകുന്നത്. അതുകൊണ്ട് കൂട്ടാൻ പാടില്ല, കുറയ്ക്കാൻ പാടില്ല. സത്യവചനത്തെ എന്ത് ചെയ്യണം? യഥാർത്ഥമായി തന്നെ പഠിപ്പിക്കണം. ഇനി ഇവർ പഠിപ്പിക്കുന്ന ഒരു വാക്യമാണ് മത്തായിയുടെ സുവിശേഷം 28:19. അതായത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. അവിടെ പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ. 3:16 കൂടെ ഒന്ന് വായിച്ചാട്ടെ. ഇവിടെയാണ് ഒരു തൃത്വം പഠിപ്പിക്കുന്നത്. യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. ഇവിടെയാണ് തൃത്വം അവർ പഠിക്കുന്നത്. യേശു അവിടെ എന്ത് ചെയ്യുക? വെള്ളത്തിൽ സ്നാനപ്പെടുകയാണ്. അപ്പോൾ എന്ത് ചെയ്തു? കയറി. അപ്പോൾ സ്വർഗം തുറന്ന്
ദൈവത്തിന്റെ ആത്മാവ് എങ്ങനെ വന്നു? പ്രാവ് എന്ന പോലെ ഇറങ്ങി തന്റെ മേൽ വരുന്നത് എന്ത് ചെയ്തു? അവൻ കണ്ടു. അത് കഴിഞ്ഞപ്പോ നോക്കണം, യേശു സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവ് എങ്ങനെ വരുന്നു? പ്രാവ് എന്ന പോലെ ഇറങ്ങുന്നു. പിന്നെ സ്വർഗത്തിൽ ഒരു ശബ്ദം ഉണ്ടാവുക, അങ്ങനെ ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇപ്പൊ അതുകൊണ്ടാണ് പെന്തക്കോസ്തുകാര് നോട്ടീസ് അടിച്ചാൽ എന്തടിച്ചാലും എന്തുണ്ടാവും? പ്രാവുണ്ടാകും. ഹല്ലേലൂയ, സ്തോത്രം. റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, നിങ്ങൾ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി ഇവയുടെ ഒന്നും സാദൃശ്യത്തിൽ ഉണ്ടാക്കി എന്ത് ചെയ്യരുത്? ദൈവത്തെ ആരാധിക്കരുത്. എങ്ങനെ? പ്രാവിനെ പോലെയാണോ ഇറങ്ങിയത്? അതിന്റെ തെളിവും കൂടെ വായിച്ചത്. ദൈവത്തിന്റെ വചനം പറയുന്നത് ഒന്നിനും ഇണയില്ലാതിരിക്കില്ലെന്ന്, അല്ലേ? അപ്പൊ മത്തായിയുടെ സുവിശേഷത്തിൽ നമ്മൾ എങ്ങനെയാണ് കണ്ടത്? യേശുവിന്റെ സ്നാനത്തില് പ്രാവ് പോലെ ഇറങ്ങുന്ന കണ്ടത്. അല്ലെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷത്തില് 3:21-22 വായിച്ചാട്ടെ. ജനമെല്ലാം സ്നാനമേൽക്കുകയിൽ യേശു എന്ത് ചെയ്തു? സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നിട്ട് പരിശുദ്ധാത്മാവ് എങ്ങനെയാ വന്നേ? അവിടെ എങ്ങനെയാ വന്നേ? പ്രാവിനെ പോലെ വന്നല്ലേ? ദൈവത്തിന്റെ വചനത്തിന് എന്തുണ്ട്? ഇണയുണ്ട്. ഈ ബൈബിളിനെ കുറിച്ച് എന്താ പറഞ്ഞേ? ഇടച്ചക്കല്ലും തടങ്ങൽപ്പാറ, ഇതേ തട്ടി തന്നെ അനേകർ വീഴും. ഹല്ലേലൂയ, സ്തോത്രം. കാരണം ബൈബിൾ യഹോവയുടെ പുസ്തകത്തിൽ വായിച്ചന്വേഷിച്ച് നോക്കുവിൻ, ഒന്നിനും ഇണയില്ലാതിരിക്കില്ല. വായിക്കത്തുമില്ല, അന്വേഷിക്കത്തുമില്ല. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോസ്തല പ്രവൃത്തി പറയുന്നുണ്ട്. അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം നിങ്ങളെ പഠിപ്പിച്ചാണ്, ബെരോവക്കാർ എങ്ങനെയായിരുന്നു? തെസ്സലോനിക്കക്കാരെക്കാട്ടിലും ഉത്തമന്മാരായിരുന്നു. അവർ വചനം കേൾക്കുക മാത്രം ചെയ്യാതെ എന്ത് ചെയ്തു? അത് അങ്ങനെ തന്നെ ഉണ്ടോന്ന് തിരുവഴുത്തുകളെ എന്ത് ചെയ്യണം? പരിശോധിക്കണം. ഈ വചനം, ഈ പ്രസംഗം കേൾക്കുന്നവർ എന്ത് ചെയ്യണം? ഞാൻ ഈ പറയുന്ന വചനം ബൈബിളിനകത്തുണ്ടോ, ഇത് സത്യമാണോ എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഹല്ലേലൂയ, സ്തോത്രം. വായിച്ചറിയണം. ഹല്ലേലൂയ, സ്തോത്രം. എങ്ങനെ എഴുതി ഇറങ്ങിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവ് ദേഹരൂപം എങ്ങനെയാ? ദൈവത്തിന്റെ സ്വരൂപത്തിലാണ് നമ്മളെ സൃഷ്ടിച്ചേക്കുന്നത്, അല്ലേ? അപ്പൊ ദേഹരൂപത്തിൽ പ്രാവ് എന്ന പോലെ ഇറങ്ങാൻ. പ്രാവ് എങ്ങനെ ഇറങ്ങുന്നേ? പറന്നിറങ്ങി. അപ്പൊ ഒരു ദേഹരൂപം എങ്ങനെ വന്ന് എന്ത് ചെയ്തു? യേശുവില് ഇറങ്ങി. അല്ലാതെ പ്രാവിനെ പോലെ ചിറകടിച്ചിറങ്ങിയെന്നല്ല. പ്രാവ് ഇറങ്ങുന്നത് എങ്ങനെയാ? നേരെ ഇറങ്ങും. മറ്റുള്ള പക്ഷികളൊക്കെ ഇങ്ങനെ പോയി ലാൻഡ് ചെയ്യുമ്പോൾ പ്രാവ് ഇങ്ങനെ തന്നെ എന്ത് ചെയ്തു? അടിച്ചു വന്ന് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ടോ? പ്രാവ് ഇറങ്ങുന്നത് അതുപോലെ നേരെ വന്ന് എന്ത് ചെയ്തു? യേശുവിലേക്ക് ഇറങ്ങി. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെയാണ് അവര് തൃത്വം പഠിപ്പിക്കുന്നത്. യേശു സ്നാനപ്പെടുന്നു, പരിശുദ്ധാത്മാവ് എന്ത് ചെയ്യുന്നു? ദേഹരൂപത്തിൽ വരുന്നു, സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു, അല്ലേ? ഇവൻ എന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. അതോടെ പിതാവുണ്ട്, പുത്രനുണ്ട്, പരിശുദ്ധാത്മാവുണ്ട്, ഉണ്ടല്ലോ. അപ്പൊ ഇത് തൃത്വം. ഇതാണ് 3 ദൈവം ഉണ്ടെന്ന് അവർ പഠിപ്പിക്കുന്നത്. ഞാൻ അതിനെക്കുറിച്ച് ഒരു ചെറിയ ക്ലാസ് നിങ്ങൾക്ക് എടുക്കാം. ഇത് യേശു സ്നാനപ്പെടുകയാണ്. ഹല്ലേലൂയ, സ്തോത്രം. ഇത് ദേഹരൂപത്തിൽ പ്രാവ് യേശുവിൻ്റെ മേൽ ഇറങ്ങുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതും ഹല്ലേലൂയ, സ്തോത്രം. മറിയ, ഈ മറിയയുടെ മേൽ ഈ പരിശുദ്ധാത്മാവ് നിഴലിട്ടപ്പോഴാണ് അവിടെ യേശു ഉൽപ്പാദിതമായത്, അല്ലേ? യേശുവിൻ്റെ ഹല്ലേലൂയ അപ്പനപ്പ ആരാ? പരിശുദ്ധാത്മാവ് ഈ മറിയയുടെ മേൽ നിഴലിട്ടപ്പോൾ അവിടെ യേശു ഉൽപ്പാദിതമായി. അങ്ങനെയെങ്കിൽ യേശുവിൻ്റെ അപ്പനാരാ? പരിശുദ്ധാത്മാവ്. രണ്ടാമത്തെ ദൈവത്തെ മൂന്നാമത്തെ ദൈവം ഉണ്ടാക്കി. അതുപോട്ടെ, ഇനി യേശുവിൻ്റെ അപ്പൻ ഹല്ലേലൂയ പരിശുദ്ധാത്മാവ് ആയിരിക്കുമ്പോൾ യേശു സ്നാനപ്പെടുന്നു, അവൻ്റെ അപ്പൻ ദേഹരൂപത്തിൽ ഇറങ്ങുന്നു. വേറൊരു അപ്പൻ പറയാണ്, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇവിടെ എത്ര അപ്പനുണ്ട്? യേശുവിന് എത്ര അപ്പനായി? 2 അപ്പനായി. 2 അപ്പനുള്ളവരെ നമ്മൾ അംഗീകരിക്കുമോ? ഹല്ലേലൂയ, സ്തോത്രം. യേശു സ്നാനപ്പെടുന്നു, ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ പരിശുദ്ധാത്മാവ് ഇറങ്ങുന്നു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും? സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഹല്ലേലൂയ. ഈ പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത്, സ്തോത്രം, ദൈവത്തിൻ്റെ ശക്തിയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവൻ, എല്ലാവരിലും ഇരിക്കുന്നവൻ, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ എന്ന് എഫെസ്യർക്ക് എഴുതിയ ലേഖനം 4:4 മുതൽ വായിച്ചാട്ടെ. നിങ്ങളെ വിളിച്ചപ്പോൾ ഏകപ്രത്യാശയ്ക്കായി വിളിച്ചതുപോലെ ശരീരം ഒന്ന്, ആത്മാവ് ഒന്ന്, കർത്താവ് ഒരുവൻ, വിശ്വാസം ഒന്ന്, സ്നാനം ഒന്ന്. കണ്ടോ? എല്ലാവർക്കും മീതെയുള്ളവനും, എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നവനും, എല്ലാവരിലും ഇരിക്കുന്നവനും, എല്ലാവർക്കും ദൈവവും പിതാവുമായവൻ ഒരുവൻ. അവൻ ഒരേ സമയത്ത് എല്ലാവരിലും കൂടി വ്യാപരിക്കും. അവിടെ ഇറങ്ങുകയും ചെയ്തു. കണ്ടോ? ആ ശക്തി ദേഹരൂപത്തിൽ എന്ത് ചെയ്തു? ഇറങ്ങി എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നു. ഇനി എല്ലാവരിലും ഇരിക്കുന്നു, എല്ലാവർക്കും മീതെ ഇരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇവിടെ അവിടെ ഇപ്പം എത്ര ദൈവത്തെ പഠിപ്പിച്ചേക്കുന്നത്? ഒരു ദൈവത്തെയാണ് പഠിപ്പിച്ചേക്കുന്നത്. മറിയയിൽ നിന്ന് മറിയ, ഇത് ദാവീദ്, ഇത് അബ്രഹാം. ഇങ്ങനെ നോക്കുമ്പോൾ യേശു ആരാ? മനുഷ്യപുത്രനാ, അല്ലേ? മറിയയിൽ ജനിച്ചല്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ദാവീദ് പുത്രാന്ന് വിളിച്ചില്ലേ? ഇങ്ങനെ നോക്കുമ്പോൾ ആരാ? മനുഷ്യപുത്രൻ. ഇങ്ങനെ നോക്കുമ്പോഴോ അവൻ ദൈവപുത്രനാണ്. കാരണം അവനെ ഉണ്ടാക്കിയതാരാ? ഈ സർവശക്തൻ, അവൻ്റെ ആത്മാവാണ് എന്ത് ചെയ്തത്. ഹല്ലേലൂയ, സ്തോത്രം.
അവനെ സൃഷ്ടിച്ചത്. അപ്പം ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും തൃത്വം ഉണ്ടോ? ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. ഇനി തൃത്വം, ഹല്ലേലൂയ സ്തോത്രം, എന്ന് തുടങ്ങിയാണെന്നറിയാം. പെന്തക്കോസ്തുകാരുടെ തൃത്വം, പിതാവ്, ഇത് സൺ, ഇത് സ്പിരിറ്റ്, ഇതെല്ലാം ചേരുന്നതാണ് ദൈവം. ഇതുകൊണ്ടോ, ഇത് തൃത്വം, ഇത് തൃത്വമാണ്. ഇത് എന്ന് തുടങ്ങിയതാണ്? AD 325. ഇത് ആദ്യം മുതലേ ഉള്ളൂ. ഇതെന്താ? ഇത് ഹൈന്ദവ തൃത്വം. ഇതാണ്. ഇത് ബാബിലോണ് തൃത്വമാണ്. ഇത് നിമ്രോദ് തൃത്വം. അല്ലെങ്കിൽ ആദ്യത്തെ ഉൽപ്പത്തി പുസ്തകം പറയുന്ന ആദ്യത്തെ യുദ്ധവീരൻ നിമ്രോദ്, സെറാമീസ്, തമ്മൂസ്. അതിനെക്കുറിച്ച് ഒരു ദിവസം ക്ലാസ് എടുക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇതുകൊണ്ട് ഇതെല്ലാം തൃത്വങ്ങളാണ്. ഇത് എവിടെ നിന്നുണ്ടായതാണ്? ഇത് ഹൈന്ദവ തൃത്വമാണ്. ഇത് ബാബിലോണിലെ തൃത്വമാണ്. ഹല്ലേലൂയ സ്തോത്രം. പ്രൈസ് ലോർഡ്. ഇതുകൊണ്ടോ തൃത്വ ദൈവങ്ങളെ മനസ്സിലായോ? ഹല്ലേലൂയ സ്തോത്രം. ഇതുണ്ടോ പാമ്പിൻ്റെ തൃത്വം. പാമ്പിൻ്റെ തൃത്വം കണ്ടോ? ഇതാണ് ആമോസ് പ്രവൃത്തിയിൽ 5:26 പറയുന്ന നക്ഷത്രദേവൻ ആരാധന, നക്ഷത്ര ആരാധന കണ്ടോ? പൂച്ചിയൻ തൃത്വം. ഇത് ഇന്ത്യൻ തൃത്വം കണ്ടോണം. ഇത് പാൽമാറ തൃത്വം, ജർമ്മൻ തൃത്വം, ഇറ്റാലിയൻ തൃത്വം, പിന്നെ ബാബിലോണിയൻ തൃത്വം കണ്ടോണം, ഫ്രഞ്ച് തൃത്വം, ഈജിപ്ഷ്യൻ തൃത്വം, ബാബിലോണിയൻ തൃത്വം, നോർവീജിയൻ തൃത്വം. ഇത് കണ്ടോ? 3 തലയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും 3 ഫേസ് ഉള്ള ഒരു തല. അതാണ് ത്രിയേകം. അപ്പം ഞാൻ ഈ പഠിപ്പിച്ച പോലെ ഹല്ലേലൂയ സ്തോത്രം, യേശു സ്നാനപ്പെടുന്നു. അവിടെയാണ് ഇവർ തൃത്വം പഠിപ്പിക്കുന്നത്. യേശു സ്നാനപ്പെടുമ്പോൾ യേശുവിനെ ജനിപ്പിച്ചത് ആരാ? പരിശുദ്ധാത്മാവ്. 3ാമത്തെ ദൈവമാണെങ്കിൽ 2ാമത്തെ ദൈവത്തെ ആരാ സൃഷ്ടിച്ചത്? 3ാമത്തെ ദൈവം, പിതാവ്, പുത്രൻ, പിന്നെ അത് കഴിഞ്ഞാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ഇവർ എന്താക്കി? 3ാമത്തെ വ്യക്തിയാക്കി. ഹല്ലേലൂയ സ്തോത്രം. 2 തിമോഥെയോസ് എഴുതിയ ലേഖനം 4:3 മുതൽ 5 വരെയുള്ള വാക്യങ്ങൾ വായിച്ചാട്ടെ. അവരെങ്ങനെയുള്ളവരെ? അവർ പഥ്യോപദേശം പൊറുക്കാതെ കർമ്മരസമാകുമാറ് അവരെന്ത് ചെയ്തു? സ്വന്തം മോഹങ്ങൾക്കൊത്തവണ്ണം ഉപദേഷ്ടാക്കന്മാർ എന്ത് ചെയ്യുന്നു? പെരുക്കുകയും സത്യത്തിന് ചെവി കൊടുക്കാതെ. ഇത് കെട്ടുകഥ. AD 325 ഒരു കെട്ടുകഥയാണ് തൃത്വം. ബൈബിളിലുള്ളതല്ല. ഹല്ലേലൂയ സ്തോത്രം. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും സഹവാസവും നിങ്ങളുടെ എല്ലായ്പ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്ന് പൗലോസ് പറഞ്ഞ എന്താ? പിതാവായ ദൈവം, കർത്താവായ യേശുക്രിസ്തു, ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൃപ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ശക്തിയെ ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ ദൈവത്തിൻ്റെ ശക്തി അവരെന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അവൻ എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നു, എല്ലാവരിലും ഇരിക്കുന്നു. യേശു പറഞ്ഞു, ഞാൻ പിതാവിനോട് ചോദിച്ചിട്ട് മറ്റൊരു കാര്യസ്ഥനെ എന്ത് ചെയ്യും? അയക്കും. മറിയുടെ മേലും ഹല്ലേലൂയ സെഖര്യാവിൻ്റെ കാലത്തും മോശയുടെ കാലത്തും എല്ലാം പരിശുദ്ധാത്മാവുണ്ട്. എന്നാൽ അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്ന് പറയുന്ന ഹല്ലേലൂയ ആ ശക്തിയെയാണ് ഇവരെന്ത് ചെയ്തു? ഹല്ലേലൂയ. കെട്ടുകഥ കേൾക്കുന്ന കാലം വരും. കാലം വന്നില്ലേ? എന്ന് മുതൽ വന്നു? പൗലോസ് അപ്പോസ്തലൻ അന്ന് പറയാണ് ഇത് കെട്ടുകഥ ഉണ്ടാവുമെന്നല്ലേ. ഇനി വിപരീത ഉപദേശം. ഇത് കെട്ടുകഥ കേൾക്കുന്ന കാലം വരും. അതുകൊണ്ട് നീ എന്ത് ചെയ്തോണമെന്നാ പറഞ്ഞത് തിമോഥെയോസിനോട്? നീയോ സകലത്തിനും നീ നിർമ്മതരായിരിക്കണം. ഇങ്ങനെയുള്ള ദുരുപദേശങ്ങളൊക്കെ വരുമ്പോൾ നീ എന്ത് ചെയ്യണം? അതിന് വീണു പോകരുത്, നിർമ്മതരായിരിക്കണം. പിന്നെ കഷ്ടം സഹിക്കുക, സുവിശേഷകന്റെ നിറപടിയായി മതി. ഹല്ലേലൂയ സ്തോത്രം. ഇനി അപ്പോസ്തല പ്രവൃത്തി 5:3-4 വായിച്ചാട്ടെ. അപ്പോൾ പത്രോസ് അനന്യാസും സഫീറയും കുറെ സ്ഥലം ഉണ്ടായിരുന്നു. അവർ വിറ്റിട്ട് എന്ത് ചെയ്തു? അതിനകത്ത് നിന്ന് കുറെ പണം എടുത്തു വെച്ചിട്ട് എന്ത് ചെയ്തു? ബാക്കി കൊണ്ട് ദൈവസന്നിധിയിൽ എന്ത് ചെയ്തു? വെച്ചു. അതിലല്ലേ. അപ്പോൾ അവിടെ സംഭവിച്ച അവിടെ പിന്നെ പരിശുദ്ധാത്മാവ് അവിടെ 3ാമത്തെ ദൈവമാണ് അവർ പഠിപ്പിക്കുന്നത്. അത് എന്താണെന്ന് വായിച്ചേ, താഴോട്ട് വായിച്ചേ. അപ്പോൾ പത്രോസ് പരിശുദ്ധ ആത്മാവിനോട് വ്യാജം കാണിപ്പാൻ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്ത് എന്ത്? അത് വിൽക്കും മുമ്പേ നിന്റേതായിരുന്നില്ലേ? നിന്റെ കൈവശമായിരുന്നില്ല. ഈ കാര്യത്തിന് നീ എന്ത് ചെയ്യുന്നു? മനസ്സ് വെച്ചത് എന്ത്? ഇവിടെയാണ് പറയുന്നത്. പത്രോസ് പറയുന്നത് മനുഷ്യനോടല്ല ദൈവത്തോട് നീ വ്യാജം. അപ്പൊ പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചത് പരിശുദ്ധാത്മാവിന് ദൈവം എന്നല്ല ഇവിടെ പറഞ്ഞേക്കുന്നത്. പിന്നെ ദൈവവും ദൈവത്തിന്റെ ശക്തിയും രണ്ടാണ്. എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നു, എല്ലാവരിലും ഇരിക്കുന്നു, എല്ലാവർക്കും മീതെയും ഇരിക്കുന്നു. കേട്ടോ, ഒരേ സമയം എവിടെയൊക്കെ ഇരുന്നു? പൗലോസ് അപ്പോസ്തലൻ
അപ്പോസ്തല പ്രവൃത്തി അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത് 17 അധ്യായത്തിൽ എഴുതിയിരിക്കുക. അവനിലല്ലോ നാം ഇരിക്കുകയും ചരിക്കുകയും ചെയ്യുന്നത്. അതൊക്കെ ദൈവം സ്വർഗ്ഗ സിംഹാസന ഭൂമിയും പാതകളും എല്ലാവരിലും കൂടി വ്യാപരിക്കുന്നുണ്ട്. അതേസമയം എല്ലാവരിലും എന്ത് ചെയ്യുന്നു? ഇരിക്കുന്നുമുണ്ട്. എല്ലാവർക്കും മീതെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ആ ശക്തിയെ എന്ത് ചെയ്തു? നമ്മൾ ദൈവവും തന്നെ പറയുന്നു അല്ലേ? ആ ദൈവത്തെ എന്ത് ചെയ്തു? ഒരു ദൈവത്തെയും ദൈവത്തിന്റെ ശക്തിയെയും രണ്ടാക്കി കളഞ്ഞു. ഹല്ലേലൂയ സ്തോത്രം. എല്ലാ ലേഖനത്തിലും എത്ര പേരെ കുറിച്ചാണ് പഠിപ്പിക്കുന്നത്? പിതാവിനെ പുത്രനെ കുറിച്ച് പഠിപ്പിക്കുന്നത്. യോഹന്നാന്റെ ലേഖനം 2-ാം ലേഖനത്തിൽ പറയാണ് പിതാവിനെ പുത്രനെ നിഷേധിക്കുന്നവൻ ആരാന്ന് പറഞ്ഞത്? കള്ളൻ. അങ്ങനെയുള്ള ഉപദേശമായിട്ട് ആരെങ്കിലും വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? അവനെ വീട്ടിൽ കൈക്കൊള്ളരുത്. ഹല്ലേലൂയ സ്തോത്രം. ഈ തൃത്തക്കാർ ഒരു കാര്യം ചെയ്യും, ഒൺലി ജീസസുകാരെ കൈക്കൊള്ളത്തില്ല. ഹല്ലേലൂയ സ്തോത്രം. ഒൺലി ജീസസുകാരെ എന്ത് ചെയ്യില്ല? പിതാവില്ലെന്ന് പറഞ്ഞു. പക്ഷെ ഇവരുടെ പിതാവ് ആരാ? ഇവർക്ക് എത്ര പിതാവുണ്ട്? ഇപ്പൊ ഞാൻ പഠിപ്പിച്ചതനുസരിച്ച് 2 പിതാവുണ്ട്. ഹല്ലേലൂയ സ്തോത്രം. ഒരു ദൈവം തന്നെയല്ലോ. മലാക്കി 2:10 പറയുന്നത് എത്ര ദൈവമാണ് നമ്മളെ സൃഷ്ടിച്ചത്? ഒരു ദൈവം നമ്മളെ സൃഷ്ടിച്ചത്. ഹല്ലേലൂയ സ്തോത്രം. ഇനി ഹല്ലേലൂയ ദൈവത്തോട് അത്രേ നമ്മൾ എന്ത് ചെയ്തത്? പാപം ചെയ്തെന്ന് പറഞ്ഞ് പത്രോസ് പറയുന്നുണ്ട്. അപ്പൊ അത് പരിശുദ്ധാത്മാവിനെ ദൈവമേ എന്ന് വിളിച്ചില്ലേ? അതുകൊണ്ട് അവർ എന്ത് പറയുന്നു? അത് 3ാമത്തെ ദൈവമാണ്. ഈ ദൈവം ആര്? ഈ പരിശുദ്ധാത്മാവ് എന്താണ് നിന്നെ നമ്മൾ പഠിപ്പിക്കാൻ പോണത്? ഹല്ലേലൂയ സ്തോത്രം. എഫെസ്യർക്ക് എഴുതിയ ലേഖനം 3:20-21. എന്നാൽ നാം ചോദിക്കുന്നതിലും നനയ്ക്കുന്നതിലും നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാണ്. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന്. കേട്ടോ, ശക്തിയാൽ കഴിയുന്നവൻ. അപ്പൊ ശക്തിയും അവനും രണ്ടാണോ? ഒന്നാ. നമ്മിൽ വ്യാപരിക്കുന്ന ശക്തിയാൽ കഴിയുന്നവന് സഭയിലും ക്രിസ്തേശുവിലും എന്നേക്കും തലമുറയോളം. അതുകൊണ്ടാണ് നമ്മൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ദൈവശക്തിയിൽ എന്ത് ചെയ്യുന്നു? ആത്മാവതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ ദൈവത്തിന്റെ മർമ്മങ്ങൾ നമ്മൾ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അന്യഭാഷയിലിരുന്ന് സ്തുതിക്കുമ്പോൾ നമ്മുടെ ഈ ബുദ്ധി എന്ത് ചെയ്യും? നിർജീവമായിരിക്കും. ആത്മാവതാൻ ഉച്ചരിച്ചുകൂടാത്ത ഞരക്കങ്ങളാൽ പിതാവിനോട് എന്ത് ചെയ്തുകൊണ്ടിരിക്കും? ആത്മാവിന്റെ ചിന്ത ഇന്നെന്ന് ദൈവം അറിയുന്നുണ്ട്. അതുകൊണ്ട് ആത്മാവിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രാർത്ഥിക്കുന്നു. അല്ലാതെ 4 പേര് കൂടിയിരിക്കുന്നിടത്ത് നിന്ന് അന്യഭാഷ പറഞ്ഞ് കൈയടിച്ച് ബഹളം വെക്കുന്നൊന്നും അത് ഏത് ഭാഷയാണ്? AD 325 സാത്താൻ ഒരു പിന്മാരി ഊറ്റി. പിന്മാരി ശരിക്കും ഇതുവരെയായിട്ട് ഊറ്റിയിട്ടില്ല. മുൻമാരി വന്നു. 120 പേരുടെ പേര് എന്തോ ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം. അതിനുശേഷം പൗലോസ് പറയുന്നത് ഞങ്ങൾ പോയ ശേഷം കൊടിയ നായ്ക്കൾ വരും, ദുരുപദേശം കൊണ്ടുവരും, വിപരീത ഉപദേശം കൊണ്ടുവരും, കെട്ടുകഥ കൊണ്ടുവരും. ഇത് AD 1708 ഒരു കെട്ടുകഥ. ഹല്ലേലൂയ സ്തോത്രം. ഇവരെന്ത് ചെയ്തു? ഹല്ലേലൂയ സ്തോത്രം കൊണ്ടുവന്നു. ഹല്ലേലൂയ. അപ്പോൾ ഈ പരിശുദ്ധാത്മാവ് എന്താണ് ബൈബിൾ പഠിപ്പിക്കുന്നത്? വ്യാപരിക്കുന്ന ശക്തി. ഇനി ഒന്നുകൂടെ വായിച്ചു 2 കൊരിന്ത്യർ 4:7 വായിച്ചു. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തമെന്നല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വരേണ്ടതിന് ഈ ശക്തി ഞങ്ങൾക്ക് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? മൺപാത്രങ്ങളിലാണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ശക്തി ആരുടെ മേൽ വന്നു? സ്നാനപ്പെട്ടപ്പോ യേശുവിന്റെ മേൽ വന്നു. ആരുടെ മേൽ വന്നു? ദേഹരൂപത്തിൽ വന്നു അല്ലേ? അത് എന്തിനങ്ങനെ വന്നേ? സ്തോത്രം. യോഹന്നാന് കാണാൻ വേണ്ടിയാ. യോഹന്നാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ആരുടെ മേൽ ആത്മാവ് വരുന്നോ അവനാ ദൈവപുത്രൻ. അതുകൊണ്ടാണ് ഇത് നോക്കിയേ, യൂദ സ്തോത്രം യേശുവിനെ ഒറ്റിക്കൊടുക്കുമ്പോൾ പറയുന്നുണ്ട് ഞാൻ ആരെ ചുംബിക്കുന്നോ അവനാണ് യേശു. കാരണം യേശുവിനും പത്രോസിനെ കണ്ടപ്പോൾ യേശു ദൈവപുത്രനായതുകൊണ്ട് വെളുത്തു തുടുത്ത് ഭയങ്കര സൗന്ദര്യവാനായിട്ട് ഇങ്ങനെ പ്രകാശം ജ്വലിച്ചൊന്നും ഇരിക്കുന്നുണ്ടാക്കണം. അവരെ എല്ലാം കണ്ടാൽ എങ്ങനെയായിരിക്കും? വേഷത്തിൽ എങ്ങനെയാ വന്നേക്കുന്നത്? മനുഷ്യപുത്രനായിട്ടാണ് വന്നേക്കുന്നത് അല്ലേ? ഇപ്പൊ വേഷത്തിൽ വന്നേക്കുന്നവന്. അതുകൊണ്ടാണ് യൂദ പറഞ്ഞ ആരെ ചുംബിക്കുന്നോ അവനാ യേശു. അല്ലെങ്കിൽ പത്രോസിന്റെയും കൂടെയുള്ള ഹല്ലേലൂയ സ്തോത്രം യോഹന്നാനെയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഒരു വ്യത്യാസവും ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. വായിക്കും. എന്നിട്ട് പൗലോസ് പറയാം ഞങ്ങൾ ജഡത്തിൽ സഞ്ചരിക്കുന്നവരെങ്കിലും ജഡപ്രകാരം പോരാടുന്നില്ല. ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജഡീയങ്ങളല്ല, കോട്ടകളെ ഇടിപ്പാൻ. ഞാൻ ഇത് കഴിഞ്ഞ ആഴ്ച പറഞ്ഞതാണ്. അപ്പോൾ ഈ ശക്തി അല്ലേ, ആ ശക്തി എന്താന്ന് പറഞ്ഞേ? കോട്ടകളെ ഇടിപ്പാൻ ദൈവസന്നിധിയിൽ ശക്തിയുള്ളതാകുന്നു. ഹല്ലേലൂയ സ്തോത്രം. റോമർ 15:1 കൂടെ വായിച്ചാൽ. എന്നാൽ ശക്തരായ നാം അശക്തരുടെ ബലഹീനതകളെ നമ്മൾ ശക്തരാ. എങ്ങനെയാ നമ്മൾ ശക്തരായത്? എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. ആര് പറഞ്ഞു? പൗലോസ് പറഞ്ഞു എന്നെ ശക്തനാക്കുന്ന മുഖാന്തരം ഞാൻ സകലത്തിനും മതിയാകുന്നു. അപ്പൊ നമ്മൾ ആരാ? ശക്തരായ നാം അശക്തര. ഇപ്പൊ ഇവരൊക്കെ ആരാന്ന് പറഞ്ഞേ? ഈ ബ്രദറന്മാരൊക്കെ ആരാ? അശക്തരാ. ദൈവത്തെ കുറിച്ചുള്ള പരിജ്ഞാനം അവർക്ക് ഇല്ല. ഹല്ലേലൂയ സ്തോത്രം. അപ്പൊ അവശക്തരായ അവരുടെ വേദനകളെയും പാപങ്ങളെയും നമ്മൾ എന്ത് ചെയ്യണം? അവർക്ക് വേണ്ടി ഹല്ലേലൂയ സ്തോത്രം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നുകൊണ്ട് എന്ത് ചെയ്യണം? പ്രാർത്ഥിച്ച് കർത്താവേ അവർക്ക് ദൈവത്തെ അറിയാനുള്ള ജ്ഞാനം ഹല്ലേലൂയ സ്തോത്രം എന്ത് ചെയ്യണം? രാജ്യത്തിന്റെ സുവിശേഷം അവരിൽ എന്ത് ചെയ്യണം? എത്തണം. ഹല്ലേലൂയ. ദൈവം ആരാ, തന്റെ പുത്രൻ ആരാന്നുള്ള അറിവ് അവർക്ക് ഉണ്ടാക്കണമെന്ന് നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. വായിക്കും.
നമ്മെ തന്നെ എന്ത് ചെയ്തു? ഉയർത്തി കാണിക്കരുത്. അല്ലെങ്കിൽ ആ സ്തോത്രം. നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നു? എങ്ങനെ ശക്തരായേ? അല്ലെങ്കിൽ ആ ശക്തനാക്കുന്ന മുഖാന്തരം യേശു പോയതിനു ശേഷം എന്ത് ചെയ്തു? നമുക്ക് ദൈവത്തിന്റെ ശക്തിയെ സകല ജഡത്തിന്മേലും എന്ത് ചെയ്തു? തന്നു. ആ ശക്തിയിൽ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ മൂന്നാമത്തെ വ്യക്തിയല്ല, അത് ഒന്നാമത്തെ വ്യക്തി തന്നെ. ആര്? പിതാവിന്റെ ശക്തിയാ. അത് പിതാവിന്റെ ശക്തിയും രണ്ടല്ല. അങ്ങനെയാണെങ്കിൽ ആദ്യ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു. അപ്പോൾ വചനവും ദൈവം. അപ്പോൾ വചനം എത്രാമത്തെ ദൈവമായി? 4ാമത്തെ ദൈവമായി. ദൈവത്തിന്റെ വായിലാണ് വചനം എഴുതുന്നത് അല്ലേ? അപ്പൊ ദൈവത്തിന്റെ വാക്കിനെ ദൈവം എന്നാ പറയുന്നത്. അപ്പൊ ദൈവത്തിന്റെ അല്ലെങ്കിൽ സ്തോത്രം ആത്മാവിനെ ദൈവം എന്നാ പറയുക. ദൈവത്തിന്റെ ശക്തിയെ ദൈവം എന്ന് പറയുള്ളൂ, ദൈവത്തിന്റെ വാക്കിനെ ദൈവം എന്ന് പറയുള്ളൂ. കാരണം ദൈവം മനുഷ്യരുമായിട്ടാണ് ദൈവത്തെ ഉപമിച്ചിരിക്കുന്നത്. ദൈവത്തിന് എന്ത് പ്രത്യേകത ഉണ്ടോ? ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ എന്ത് ചെയ്യും? ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ആഴ്ച നിങ്ങളെ പഠിപ്പിച്ചു, അവന്റെ അരുളി ചെയ്ത വചനം എന്ത് ചെയ്തു? അത് നിവർത്തിച്ചിട്ടേ അവന്റെ അടുത്ത് എന്ത് ചെയ്യുള്ളൂ? മടങ്ങി അങ്ങോട്ട് പോവുള്ളൂ. അല്ലെങ്കിൽ അസ്തോത്രം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടായിട്ടേ എന്ത് ചെയ്തുള്ളൂ? അത് വെറുതെ അവന്റെ അടുത്ത് മടങ്ങി പോകില്ലെന്നാണ് നിങ്ങളെ പഠിപ്പിച്ചത്. അല്ലെങ്കിൽ അസ്തോത്രം. ഇനി പ്രവൃത്തിയുടെ പുസ്തകം 11:15 മുതൽ വായിച്ചാട്ടെ. പത്രോസ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ പരിശുദ്ധാത്മാവ് ആദ്യം പത്രോസിന്റെ 120 പേര് വന്നതുപോലെ അവരുടെ മേലും വന്നു. നിങ്ങൾക്കോ ദൈവശക്തി കൊണ്ടുള്ള സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞു അല്ലേ? ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? പരിശുദ്ധാത്മാവ് അവൻ നിങ്ങളെ സകല സത്യത്തിലും എന്ത് ചെയ്യും? വഴി നടത്തും. ദൈവം ആരാന്നും പുത്രൻ ആരാന്നുള്ള വഴി സകല സത്യത്തിലും ഏതാത്മാവാണ് നടത്തുന്നത്? അപ്പൊ ഇവരെ നടത്തുന്ന ഏതാത്മാവാ? 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞ് നടത്തുന്ന ഏതാത്മാവാണ് ഇവരിലുള്ളത്? ഇവരിൽ വരുന്ന ആത്മാവ് വരുമ്പോൾ ചിരിക്കുമെന്ന് പറഞ്ഞത്. അല്ലെങ്കിൽ ആ സ്തോത്രം അന്യഭാഷയില്ല, അല്ലെങ്കിൽ ആ സ്തോത്രം ബഹളമില്ല, ഒന്നുമില്ല. അല്ലെങ്കിൽ ബഹളം വേണ്ട. അല്ലെങ്കിൽ ആ സ്തോത്രം ഒരു കാര്യത്തിൽ അവർ നമ്മളെക്കാട്ടിലും മുമ്പ് ചിന്തയില്ല. അല്ലെങ്കിൽ അവരെല്ലാവരും എങ്ങനെയാണ് വിളിക്കുന്നതെന്ന് അറിയാം? സഹോദരന്മാരെന്ന്. അല്ലെങ്കിൽ ആ സ്തോത്രം ബൈബിളിൽ എല്ലാവരും സഹോദരന്മാരാണ്. ആരും പാസ്റ്ററും അപ്പോസ്തലന്മാർ പോലും അല്ലെങ്കിൽ ആ സ്തോത്രം സഹോദരന്മാരാണ് അല്ലെങ്കിൽ വിളിച്ചിരിക്കുന്നത്. പത്രോസ് പറയാ, പത്രോസിന്റെ ലേഖനത്തിൽ പൗലോസിനെ എങ്ങനെയാണ് വിളിച്ചേക്കുന്നത്? സഹോദരനാണ് വിളിച്ചേക്കുന്നത്. അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ അവര് എല്ലാവരെക്കാട്ടിലും മുൻപന്തിയില്ല. നമ്മൾ സഹോദരന്മാരാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം. അല്ലാതെ പാസ്റ്ററും അല്ലെങ്കിൽ ഒന്നുമല്ല. അല്ലെങ്കിൽ എല്ലാവരും എന്താ? സഹോദരന്മാരാണ്. അല്ലെങ്കിൽ ആ സ്തോത്രം വായിക്കും. കർത്താവായ ദൈവമായ കർത്താവിൽ വിശ്വസിച്ചവരാണോ? കർത്താവായ യേശുവിൽ വിശ്വസിച്ചവരാണോ? പുത്രനാ ദൈവത്തിൽ വിശ്വസിച്ചവരായ നമുക്കെന്നാണ് എഴുതിയിരിക്കുന്നത്. എങ്ങനെ എഴുതിയിരിക്കുന്നത്? കർത്താവായ യേശുവിൽ വിശ്വസിച്ചിരിക്കുന്നതായ നമുക്ക് ലഭിച്ച പോലെ അവർക്കും ദൈവം കൊടുത്തുവെങ്കിൽ അവിടെയും പരിശുദ്ധാത്മാവിനെ അവർക്ക് കൊടുത്തിരിക്കുന്നത് എന്താ? ദൈവം കൊടുത്തെന്നാ പറഞ്ഞല്ലേ? ദൈവത്തിന്റെ ശക്തിയെ കൊടുത്ത എങ്കിൽ ദൈവത്തെ തടുപ്പാൻ ഞാൻ ആരെന്നാ? ദൈവം അവിടെ വന്നിരിക്കുന്നത് എങ്ങനെയായിട്ടാ വന്നെങ്കിൽ? പരിശുദ്ധാത്മാവ് ആത്മാവായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ ദൈവത്തെ തടുപ്പാൻ ഞാൻ ആരാന്ന് പത്രോസ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ സ്തോത്രം. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1:29 ഇവിടുന്ന് വായിച്ചാട്ടെ. ഇവിടെ എന്താ പറഞ്ഞേ? അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന ആ വ്യാപാര ശക്തി. ഈ പരിശുദ്ധാത്മാവിന്റെ ശക്തി എന്താന്ന് പറഞ്ഞേ? എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി. പിതാവിന്റെ വ്യാപാര ശക്തിയെ ഒരു 3ാമത്തെ വ്യക്തിയാക്കി. മനസ്സിലാകുന്നുണ്ടോ? അല്ലെങ്കിൽ ആ പിതാവിനെ പുത്രനെ നിഷേധിക്കുന്നവൻ കള്ളനാകുന്നു. ഇവിടെ പിതാവിനെയും പുത്രനെയും പരിശുദ്ധാത്മാവിനെ നിഷേധിക്കുന്നവൻ കള്ളനാകുന്നതാണ് എഴുതിയിരിക്കുന്നത്. അല്ലെങ്കിൽ ആ സ്തോത്രം. എന്തുകൊണ്ടാണ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത് അറിയോ? ബൈബിൾ ഇടർച്ചക്കല്ലും തടങ്ങൽ പാറയാ. ഇന്ന് അനേകർ ഇത് എടുത്തുകൊണ്ട് പോയി വീണുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ആ തൃത്വം ഉണ്ടെന്ന് പറഞ്ഞാൽ യേശു സ്നാനപ്പെടുമ്പോൾ അവിടെ 3 പേര് വന്നു. അല്ലെങ്കിൽ ആ 3 പേരുണ്ടോ അവിടെ? ആരാ അവിടെ? ഇവനെന്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു പറഞ്ഞവൻ തന്നെയാണ് ഇവിടെ ഇറങ്ങിയത്. ആ ആത്മാവിന്റെ ദേഹരൂപത്തിൽ. കാരണം യോഹന്നാന് കാണാൻ വേണ്ടി ആരുടെ മേൽ ആത്മാവ് ഇറങ്ങുന്നു അവനാ ദൈവപുത്രൻ. ഞാൻ പറഞ്ഞില്ലേ അവന് വലിയ പ്രത്യേകതയൊന്നും. അത് കഴിഞ്ഞപ്പോഴാണ് യോഹന്നാൻ പറയുന്നത്, ഇതാ ദൈവത്തിന്റെ ലോകത്തിന്റെ പാവങ്ങൾ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. അല്ലെങ്കിൽ ആ സ്തോത്രം വായിക്കേ. അധ്വാനിക്കുന്നു. പ്രവൃത്തി 1:8 കൂടെ വായിച്ചാട്ടെ. പരിശുദ്ധാത്മാവ് 3ാമത്തെ ദൈവം എന്നല്ലേ പറഞ്ഞേ? പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ ദൈവം എന്താ വരുന്നത്? ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മൾ എന്ത് പ്രാപിക്കും? ശക്തി പ്രാപിക്കും. ശക്തി പ്രാപിച്ചിട്ട് യെരുശലേമിലും എന്റെ സാക്ഷികളാകാൻ പറഞ്ഞിട്ട് 1:4 കൂടെ വായിച്ചേ. നിങ്ങൾ എവിടെ പോകരുത്? യെരുശലേം വിട്ട് പോകാതെ അല്ല, എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തം കാത്തിരിക്കണം. 2:32 മുതൽ വായിച്ചത് പ്രവൃത്തി തന്നെ കണ്ടോ? എന്നിട്ട് പറയാണ് ഈ യേശുവിനെ ദൈവം ഉയർപ്പിച്ചിട്ട്
ആ. അതിന് ഞങ്ങൾ എല്ലാവരും പത്രോസും ബാക്കിയുള്ളവരെല്ലാവരും സാക്ഷികളാകുന്നു. യേശുവിനെ ഉയർപ്പിച്ചെന്നുള്ള സാക്ഷിയാണ്. ദൈവം അവനെ മരിച്ചവരെ നിന്ന് ഉയർപ്പിച്ചെന്നുള്ള സാക്ഷിയുണ്ട് കേട്ടോ, സാക്ഷികൾ. പിന്നെ ആകുന്നു. ആ. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം രാജകുമാരുടെ പുസ്തകത്തിൽ പറയുന്ന ദൈവത്തിന് ഇടത്തും വലത്തും ദൂതന്മാരാ. സ്തെഫാനോസ് കല്ലേറ് കൊണ്ട് മരിക്കുന്നതിന് മുമ്പ് എങ്ങനെയാ പ്രസംഗിച്ചത്? ഇതാ സ്വർഗം തുറന്നിരിക്കുന്ന ദൈവത്തിന്റെ വലതുഭാഗത്തല്ലേ ദൈവത്തിന്റെ മഹത്വം കാണുന്നത്. അതിന്റെ വലതുഭാഗത്ത് ആര് നിൽക്കുന്നു? പുത്രൻ നിൽക്കുന്നത് ഞാൻ കാണുന്നു എന്ന് പറഞ്ഞപ്പോൾ അവനെ എന്ത് ചെയ്തു? യഹൂദന്മാർ കൊണ്ടുപോയി എന്ത് ചെയ്തു? കല്ലെറിഞ്ഞ് കൊന്നു. കാരണം പുത്രൻ വരുമെന്ന് അവർ പ്രതീക്ഷിച്ചിരിക്കുക. പക്ഷെ പുത്രൻ വന്നിട്ടില്ലെന്നാണ് അവർ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അവൻ ഗലീലക്കാരനാന്ന് പറഞ്ഞ് യേശുവിനെ അവർ എന്ത് ചെയ്തിട്ടില്ല, അംഗീകരിച്ചിട്ടില്ല. ഹല്ലേലൂയ, സ്തോത്രം. വായിക്കും. അവൻ ദൈവത്തിന്റെ വലതുഭാഗത്തേക്ക് ആരോഹണം ചെയ്ത് പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും കേട്ടോ, നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും. ഇവര് പരിശുദ്ധാത്മാവ് വരുമ്പോൾ ചിരിക്കുമോ മാത്രമല്ല, ചിരിയുണ്ട്, സന്തോഷമുണ്ട്. അല്ലാതെ കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ അത്ഭുതങ്ങൾ, അടയാളങ്ങളൊക്കെ എന്ത് ചെയ്യുന്നു? നടക്കുന്നു. കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് പകർന്നു തന്ന്. ദാവീദ് എന്ത് ചെയ്തിട്ടില്ല? സ്വർഗാരോഹണം മതി. ദാവീദ് സ്വർഗാരോഹണം ചെയ്തിട്ടില്ല. അപ്പൊ പിതാവിനോട് കേട്ട വാഗ്ദത്തം എന്ത് ചെയ്തു? യേശു അവിടെ ചെന്നിട്ട് എന്ത് ചെയ്തു? അതിനായിട്ടാണ് ഇവർ എന്ത് ചെയ്തത്? ആ ശക്തിക്ക് വേണ്ടിയാ കാത്തിരുന്നത്. മനസ്സിലായോ? പിതാവിനോട് കേട്ട ആ ശക്തിയില്ലേ? അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേൽ യോവേൽ പ്രവാചകൻ പ്രവചിച്ചു. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എന്ത് ചെയ്യും? എന്റെ ആത്മാവിനെ പകരുന്നത്, എന്റെ ശക്തി എല്ലാവരുടെ മേൽ പകരും. സകല ജഡത്തിന്മേൽ അബ്രഹാമിനോട് ബഹുജാതികൾക്ക് പിതാവാകൊണ്ട് നിന്റെ പേരിനെ എന്താ? അബ്രഹാമാ. അപ്പൊ സകല ജാതികളിൽ എന്ത് ചെയ്യും? എന്റെ ആത്മാവിനെ പകരും. 1 തിമോത്തിയോസ് 1:12 കൊണ്ട് വായിച്ചാട്ടെ. കണ്ടോ, പറയാണ് എനിക്ക് ശക്തി. എത്ര വചനം പറഞ്ഞ്? 10 പറഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. എനിക്ക് ശക്തി നൽകിയ ഈ ആത്മാവിനെ എങ്ങനെയാ തന്നെ? ആരാ തന്നെ? ദൈവമോ? യേശു പറഞ്ഞല്ലോ, ഞാൻ പോയ ശേഷം കാര്യസ്ഥം വരുവുള്ളൂ. ഈ ശക്തി ആരാ മേടിച്ചു തന്നെ നമുക്ക്? എങ്ങനെയാ മേടിച്ചത്? രക്തമായിട്ട് പോയിട്ട് മേടിച്ചു തന്നു. കണ്ടോ, സ്വന്തം രക്തമായിട്ട് പോയിട്ട് എന്ത് ചെയ്തു? ന്യായപ്രമാണത്തിൽ എങ്ങനെയാ ദൈവത്തെ ആരാധിക്കുന്നത്? ഒരുവനെങ്കിലും ദൈവത്തിന്റെ അടുത്ത് പോകാൻ പറ്റുമോ? എന്ത് ചെയ്യും? മോശയ്ക്കെതിരെ ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ, ദൈവം സംസാരിച്ചപ്പോൾ ഇസ്രായേൽ ജനമൊക്കെ എന്താ പറഞ്ഞേ? മോശേ, ദൈവം ഞങ്ങളോട് സംസാരിക്കണ്ട, ഞങ്ങൾ മരിച്ചു പോകും, നീ ഞങ്ങളോട് സംസാരിച്ചാൽ മതി. അപ്പോൾ എങ്ങനെയാ പഴയ നിയമത്തിലൊക്കെ ദൈവത്തെ ആരാധിച്ചത്? പുരോഹിതന്മാർ നിമിത്തം എന്ത് ചെയ്തു? ആണല്ലോ, പുരോഹിതന്മാർ നിമിത്തം എന്ത് ചെയ്തു? മോശ നീ സംസാരിച്ചാൽ മതി അല്ലേ? മോശ ആരാ? പുരോഹിതനാ. അവരനാരാ? പുരോഹിതനാ, പ്രവാചകനുമാ. അപ്പോൾ ദൈവം നേരിട്ട് സംസാരിച്ചപ്പോൾ എന്ത് ചെയ്തു? കാരണം ഹൃദയമൊക്കെ പൊട്ടിത്തെറിക്കുന്ന പോലെ അവർക്ക് തോന്നിയല്ലേ? അവർ വിറച്ചുകൊണ്ട് പറഞ്ഞു, മോശേ, ദൈവം ഞങ്ങളോട് സംസാരിച്ചാൽ ഞങ്ങൾ എന്ത് ചെയ്യില്ല, ആരും ശേഷിക്കുകയില്ല. അപ്പൊ ദൈവത്തിന്റെ അടുത്ത് ആർക്കും പോകാൻ പറ്റില്ല. കാരണം ഞാൻ അതാ കഴിഞ്ഞ ആഴ്ച പറഞ്ഞത്, ഈ ശരീരം കൊണ്ട് ദൈവത്തിന്റെ അടുത്ത് എന്ത് ചെയ്യാൻ പറ്റില്ല, പോകാൻ പറ്റില്ല. ദൈവത്തിന്റെ അടുത്ത് പോലും അടുക്കാൻ പറ്റുകയില്ല. അപ്പോൾ അന്നൊക്കെ പുരോഹിതന്റെ ദൈവം ആക്കി വെച്ചു. ആ പുരോഹിത നിമിത്തം നമ്മളെങ്ങനെ ചെയ്തേ? ദൈവത്തെ ആ പുരോഹിത നിമിത്തം യാഗം കഴിക്കും അല്ലേ? ഓരോ പാപത്തിന് യാഗം, കുഷ്ഠരോഗത്തിന് എന്താണ് ചെയ്യേണ്ടത്, ഓരോ രോഗത്തിനും അല്ലെ എല്ലാ കാര്യത്തിനും ബൈബിളിൽ ന്യായപ്രമാണത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ പുരോഹിത നിമിത്തമാണ് നമ്മൾ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമ്മളൊക്കെ ആരാ തന്നേക്കുന്നത്? ശ്രേഷ്ഠ മഹാപുരോഹിതൻ. ഇങ്ങനെയുള്ള പുരോഹിതനല്ലോ നമുക്ക് വേണ്ടത്. നിർദോഷൻ, നിർമ്മലൻ, പാപികളിൽ നിന്ന് വേർപെട്ടവൻ, എബ്രായത്തിൽ എഴുതിക്കുക അല്ലേ? അപ്പൊ യേശു ആരാ? നമ്മുടെ മഹാപുരോഹിതനായിട്ട് വന്നിട്ട് ഈ കൈപ്പണി അല്ലാത്ത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായ ഒരു മഹാപുരോഹിതൻ നമുക്ക് വന്നു. ഇപ്പൊ അല്ലാതെ ആർക്കെങ്കിലും ദൈവത്തെ ആരാധിക്കാൻ പറ്റുമോ? അപ്പൊ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ദൈവസന്നിധിയിൽ എത്തുന്നത്? യേശുവിന്റെ നാമം പറയുമ്പോൾ അവിടെ പിതാവ് എന്ത് ചെയ്യുന്നു? യേശുവിനെ കർത്താവ് എന്ന് പറയുമ്പോൾ മഹത്വം ആർക്കാ പോകുന്നത്? പിതാവിന് പോവുക. പിതാവിന്റെ മഹത്വത്തിനായി നമ്മൾ യേശുവിനെ കർത്താവ് എന്ന് പറയും. അപ്പോൾ നമ്മുടെ മഹാപുരോഹിതനെ ഇവരെന്ത് ചെയ്തു? പുത്രനാ ദൈവമാക്കി. ഹല്ലേലൂയ, സ്തോത്രം. ക്രിസ്തു നിങ്ങളിൽ ഉരുവാകുവോളം പിന്നെ ഞാൻ പ്രസവ വേദനപ്പെടുന്ന എൻ്റെ മക്കളെ എന്ന് പൗലോസ് പറഞ്ഞത്. ക്രിസ്തു ഇവർക്ക് ഇപ്പൊ പുത്രനാ ദൈവം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉരുവാകും. കാരണം പുത്രനാ ദൈവം ആരാ? പിശാച. ഇനി ഞാൻ തന്നെയാ പിതാവ് എന്ന് പറഞ്ഞിരിക്കുന്ന ആരാ? അതും പിശാച. അപ്പൊ ഓൺലി ജീസസുകാരിലും പെട്ടെന്ന് എന്ത് ചെയ്തു? അവരിൽ ഉരുവായി. ഏകദേശം ഉരുവായേ. പൗലോസ് ലേഖനം 11:3 പറയാണ്, ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുന്ന. ഈ പറയുന്ന യേശു നമ്മളിൽ ഉരുവാകണം. എങ്ങനെ ഉരുവാകും? യേശു ആരാന്ന് എന്ത് ചെയ്യണം? അല്ലെ ശമരിയ സ്ത്രീ പറഞ്ഞു, മശിഹ വരുമ്പോൾ ഞങ്ങൾക്കെല്ലാം പറഞ്ഞു തരും. അപ്പൊ യേശു പറഞ്ഞ മറുപടി സത്യനമസ്കാരികൾ പിതാവിനെ ആ മലയിലുമല്ല ഈ മലയിലല്ല ആരാധിക്കുന്ന സത്യനമസ്കാരികൾ പിതാവിന്റെ സത്യത്തിന്റെ ആത്മാവിലും ആരാധിക്കുന്ന നാഴിക. എങ്ങനെയാ സത്യത്തിന്റെ ആത്മാവിലും സത്യശക്തിയിൽ എന്ത് ചെയ്യും? നേരിട്ട് യേശുവിന്റെ നാമത്തിൽ നമ്മൾ എന്ത് ചെയ്യും? ആ മഹാപുരോഹിതന്റെ നാമത്തിൽ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, സ്തോത്രം. ആ ആരാധന എന്ത് ചെയ്തു? AD 325 നമ്മൾ പ്രസംഗിക്കുന്ന മറ്റൊരു യേശുവിനെ എന്ത് ചെയ്തു? പ്രസംഗിച്ചു. ഹല്ലേലൂയ, സ്തോത്രം. ഇട്ടി വായിച്ചാട്ടെ. എനിക്ക് ശക്തി
എനിക്ക് ശക്തി നൽകിയ ക്രിസ്തേശു എന്ന നമ്മുടെ കർത്താവ് ആ. എന്നെ വിശ്വസ്തൻ എന്ന് എണ്ണി ശുശ്രൂഷയ്ക്കാക്കിയത് കൊണ്ട് ആ. ഞാൻ അവനെ സ്തുതിക്കുന്നു. ഞാൻ അവനെ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. യേശു എങ്ങനെയാ അവനെ ശുശ്രൂഷയ്ക്കാക്കിയത്? ശക്തി നൽകി, പരിശുദ്ധാത്മാവ് നൽകി എന്ത് ചെയ്തു? ശുശ്രൂഷയ്ക്കാക്കി. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് മൂന്നാമത്തെ ദൈവമല്ല. ഹല്ലേലൂയ, സ്തോത്രം. ഇനി ഹല്ലേലൂയ, സ്തോത്രം. ഗലാത്യർക്ക് എഴുതിയ ലേഖനം 2:7. നേരെ മറിച്ച് പരിച്ഛേദനയുടെ അപ്പോസ്തലത്വത്തിനായി പത്രോസിനോട് കൂടി വ്യാപരിച്ചവൻ ജാതികൾക്കായി എന്നോട് കൂടിയും വ്യാപരിച്ചു. പത്രോസിനോട് കൂടെ വ്യാപരിച്ചവൻ സകല ജാതികളുടെ മേലും എന്ത് ചെയ്യും? എൻ്റെ ആത്മാവിനെ പോലെ ജാതികൾക്ക് വേണ്ടി എൻ്റെ മേലും എന്ത് ചെയ്തു? വ്യാപരിച്ചത് കൊണ്ട് പത്രോസിന് പരിച്ഛേദനക്കാരുടെ ആ പത്രോസിനെ എവിടെയായിരുന്നു? പരിച്ഛേദനക്കാരുടെ ഇടയിലായിരുന്നു അപ്പോസ്തലത്വം. സുവിശേഷ ഘോഷണം എന്ന പോലെ ആ. എനിക്ക് അഗ്രചർമ്മക്കാരുടെ ഇടയിലും സുവിശേഷ ഘോഷണം ആരംഭിച്ചിരിക്കുന്നു. അവർ പ്രധാനമായിട്ട് പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ, സ്തോത്രം 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 13:8-9. സ്നേഹം ഒരു നാളും ഉതിർന്നു പോകുകയില്ല. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോകുകയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. ഇതാണ് അവരുടെ പ്രധാനമായിട്ടുള്ള ഹല്ലേലൂയ, സ്തോത്രം വാക്യം. സ്നേഹം ഒരു നാൾ ഉതിർന്നു പോയില്ല. പ്രവചനപരമോ അത് നീങ്ങിപ്പോകും. പ്രവചനപരമോ നീങ്ങിപ്പോവും. ഭാഷാപരമോ അത് നിന്നുപോകും. ഭാഷാപരവും നിന്നു പോവും. ജ്ഞാനമോ അത് നീങ്ങിപ്പോകും. ജ്ഞാനവും നീങ്ങിപ്പോവും. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം പ്രവചിക്കുന്നു. അംശമായി മാത്രം നാം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ ആ. അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. ഇതാണ് അവരുടെ ഹല്ലേലൂയ സഭയുടെ പ്രധാനമായിട്ടുള്ള ഒരു വാക്യം. എന്താണ് അവർ പറയുന്നത്? പൂർണ്ണമായത് വരുമ്പോൾ അംശമായത് നീങ്ങിപ്പോകും. എന്താണ് അവർ പൂർണ്ണത എന്ന് ഉദ്ദേശിക്കുന്നതെന്നും ബൈബിളിൽ എന്താണ് പൂർണ്ണത എന്ന് ഉദ്ദേശിക്കുന്നതെന്നും അടുത്ത ആഴ്ച നമുക്ക് പഠിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആഴ്ചയിൽ ഹല്ലേലൂയ, സ്തോത്രം 1-2 വചനങ്ങൾ വായിച്ചതിന് ശേഷം ഹല്ലേലൂയ, സ്തോത്രം കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് ഹല്ലേലൂയ, സ്തോത്രം ഇരിക്കാം. പ്രവൃത്തിയുടെ പുസ്തകം 2:35 വായിച്ചത്. ഞാൻ നിന്റെ ശത്രുക്കളെ നിന്റെ പാദപീഠമാക്കുവോളം കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്യുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇതില് ഹല്ലേലൂയ, സ്തോത്രം അപ്പോസ്തല പ്രവൃത്തിയിൽ കർത്താവ് എൻ്റെ കർത്താവിനോട് അരുളി ചെയ്തിരിക്കുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഇത് 110-ാം സങ്കീർത്തനത്തിൽ എഴുതിയിരിക്കുകയാണ്. ആരാണ് ഈ കർത്താവ് എൻ്റെ കർത്താവിനോട്? ഇവിടെ 2 കർത്താവ് വന്നിട്ടില്ലേ? ഹല്ലേലൂയ, സ്തോത്രം. സങ്കീർത്തനത്തിൽ ദാവീദ് പ്രവചിക്കുകയാണ് കർത്താവിൻ്റെ കർത്താവിനോട്. ഹല്ലേലൂയ, സ്തോത്രം. അതിനകത്ത് ഹല്ലേലൂയ, സ്തോത്രം കർത്താവ് എന്നുള്ളത് പിതാവായ കർത്താവിന് എങ്ങനെ എഴുതിയിരിക്കുക? ലോർഡ്, LORD ക്യാപിറ്റൽ ലെറ്ററിൽ. സ്മോൾ ലെറ്ററിലെ ലോർഡാണ് പുത്രനെ കുറിച്ച് എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ, ആക്കി വെച്ച കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. കർത്താവിൻ്റെ കർത്താവിനോട് ഹല്ലേലൂയ, സ്തോത്രം അരുളി ചെയ്തു. നീ ശത്രു നിന്റെ പാദപീഠമാകുമ്പോൾ നീ എങ്ങനെ എവിടെ ഇരിക്കാനാണ് പറഞ്ഞത്? എൻ്റെ വലതുഭാഗത്ത് ഇരിക്കാനാണ് പറഞ്ഞത്. അപ്പോൾ ശത്രു പാദപീഠമായിട്ടുണ്ടോ? ഇതുവരെയായിട്ട് പാദപീഠമായിട്ടില്ല. എന്നാ പാദപീഠമാകുന്നത്? കർത്താവ് താൻ ഗംഭീരനാഥത്തോടും പ്രധാനത്തോടെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാവളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും എന്ത് ചെയ്യും? തൻ്റെ വിശുദ്ധന്മാരെയൊക്കെ ചേർത്തതിന് ശേഷം സാത്താനെ എന്ത് ചെയ്യും? പാതാളത്തിലേക്ക് തള്ളിയിടും. അല്ലെങ്കിൽ അപ്പോൾ അതുവരെയും ശത്രു പാതയോടായിട്ടുണ്ടോ? അതുപോലെ തന്നെ യോഹന്നാന്റെ സുവിശേഷം 10:30 മുതൽ വായിച്ചത്. യേശു പറയാണ് ഞാനും പിതാവും ഒന്നാകുന്നു. ഇതാ യേശുനാമൻ പഠിക്കുന്ന മുഴുവനും കേട്ടോ. ഞാനും പിതാവും ഒന്നാകും. അപ്പോൾ ഞാൻ പിതാവ് തന്നെയാണ് പുത്രനായിട്ട് വന്നത്. എങ്ങനെയാണ് ഞാനും പിതാവ് ഒന്നാകുന്നത്? ആത്മാവാകുന്ന ദൈവം. ഇപ്പം ഞാനും പിതാവ് ഒന്നായിട്ടായിരിക്കുന്നത്. നിങ്ങളും പിതാവും ഒന്നായിട്ടായിരിക്കുന്നത്. എങ്ങനെയായിരിക്കുന്നത്? ദൈവം ആത്മാവാകുന്നു. ആത്മാവ് നമ്മളിൽ വന്നു കഴിയുമ്പോൾ ഞാനും ദൈവം മൂന്നായിട്ടാണ് ഇരിക്കുന്നത്. എന്നിൽ വസിച്ചുകൊണ്ട് ദൈവം തൻ്റെ പ്രവൃത്തി ചെയ്യുക അല്ലേ? നമ്മൾ പോയി പ്രാർത്ഥിക്കുന്നിടത്ത് എന്ത് ചെയ്യും? നമ്മളാണോ അവിടെ സൗഖ്യം കൊടുക്കുന്നത്? അല്ലെ നമ്മളാണോ അവരുടെ കെട്ടുകൾ അടിക്കുന്നത്? ദൈവം നമ്മൾ വസിച്ചുകൊണ്ട് എന്ത് ചെയ്തു? തൻ്റെ പ്രവൃത്തി ചെയ്തു. അല്ലെ യേശു എന്താവും നമ്മളെ ആക്കിയിരിക്കുന്നത്? എങ്ങനെ? ക്രിസ്തുവിന് പകരം സ്ഥാനാധിപതികളായി കൊണ്ട് നിന്നുകൊണ്ട് ഞങ്ങൾ നിങ്ങളോട് സുവിശേഷിക്കുന്ന പൗലോസ് പറഞ്ഞത്. അപ്പോൾ ക്രിസ്തുവിന് പകരം ക്രിസ്തു ഉണ്ടായിരുന്ന ക്രിസ്തു ചെയ്യേണ്ട ജോലി നമ്മളിപ്പോൾ എന്ത് ചെയ്യുന്നത്? ക്രിസ്തുവിന് പകരമാണ് നമ്മൾ ചെയ്യുന്നത്. ഹല്ലേലൂയ, സ്തോത്രം. അപ്പോൾ യേശുവിൻ്റെ കൂടെ എന്ത്? യേശു പറയും ഞാനും പിതാവും ഒന്നാകുന്നത്. എങ്ങനെയാണ് ഒന്നാകുന്നത്? ഈ ആത്മാവാകുന്ന പിതാവായ ദൈവം പുത്രനിൽ വസിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? ഒന്നായിരിക്കുക. ഞാനിപ്പോൾ പിതാവ് എങ്ങനെയായിരിക്കുന്നത്? ഒന്നായിരിക്കുന്നതുകൊണ്ട് ഞാൻ ദൈവമാകുമോ? ആകുമോ? അങ്ങനെ നെഗളിച്ചു കഴിഞ്ഞാൽ എന്തായിത്തീരും? ഹല്ലേലൂയ, സ്തോത്രം. നെഗളിച്ചു പോകുന്നവനിൽ എന്ത് വരും? പോഷ്കിൻ്റെ വ്യാപാര ശക്തി വരും. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് നമ്മൾ ദൈവമല്ല, ദൈവം നമ്മളെ ഉപയോഗിക്കുന്നതേ ഉള്ളൂ. നമ്മൾ വെറും പാത്രമാണ്. അപ്പം യേശു പറയാണ് ഞാനും പിതാവ് ഒന്നാകുന്നു. വായിക്കേ. എന്തിനാ കല്ലെറിയാൻ പോയത്? ഞാനും പിതാവ് ഒന്നാകുന്നു പറയുമ്പോൾ തന്നെ എന്ത് ചെയ്തു? കല്ലെറിയാൻ പോയി. പിന്നെ യേശു അവരോട് ചോദിക്കുകയാണ് ഈ യേശുവിനെ എന്തിനാ കല്ലെറിയാൻ പോയത്? യഹൂദന്മാരുടെ അടുത്ത് പോയി 3 ദൈവം ഉണ്ടെന്ന് പറഞ്ഞാൽ വെട്ടി കൊന്നുകളയും. യഹൂദന്മാർക്ക് എത്ര ദൈവമേ ഉള്ളൂ?
ഒരു ദൈവമേ ഉള്ളൂ. അല്ലെ യോഹന്നാൻ സുവിശേഷത്തിൽ പറയുന്നത് ഞങ്ങൾക്ക് ഒരു പിതാവേ ഉള്ളൂ അല്ലേ? അപ്പോൾ ഒരു ദൈവമേ ഉള്ളൂ. അപ്പോൾ യേശു പറഞ്ഞു ഞാനും പിതാവും ഒന്നാകുന്നെന്ന് പറഞ്ഞതിന് ശേഷം പിന്നെ പറയുകയാണ്, വായിക്കേ. യേശു അവരോട് യേശു പറയാണ്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു. ഏത് പ്രവൃത്തി നിമിത്തമാണ് നിങ്ങൾ എന്നെ കല്ലെറിയുന്നത് ചോദിച്ചു. യഹൂദന്മാർ അവരോട് മറുപടി പറയുകയാണ്, നല്ല പ്രവൃത്തിയൊക്കെ നീ ചെയ്തത്, പക്ഷെ നല്ല പ്രവൃത്തി നിമിത്തമല്ല നിന്നെ കല്ലെറിയുന്നത്, ദൈവത്തിന്റെ ദൂഷണ നിമിത്തമാണ്. കണ്ടോ, നീ മനുഷ്യനായിരിക്കെ നിന്നെ തന്നെ ദൈവമാക്കുന്നത് കൊണ്ടും അത്രയെന്ന് കല്ലെറിയുന്നു പറഞ്ഞു. അപ്പൊ ദൈവത്തിന് തുല്യൻ ആരും ഇല്ലെന്ന് ആര് പറഞ്ഞു? യഹൂദന്മാർ പറഞ്ഞു, കല്ലെറിയുന്നെന്ന് പറഞ്ഞു. യേശു അവരോട് നിങ്ങൾക്ക് ഒരു ന്യായപ്രമാണം തന്നിട്ടുണ്ട്. ആര്? ദൈവം ആരോഗ്യം കൊടുത്തുവിട്ട ന്യായപ്രമാണം മോശയിലൂടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ദേവന്മാരെന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് ചോദിച്ചു. നിങ്ങൾ ആരെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നത്? ദേവന്മാർ. വായിച്ചോട്ടെ. ദൈവത്തിന്റെ അരുളപ്പാട് ഉണ്ടായിട്ടുള്ളവരെ ദേവന്മാർ എന്ന് പറയുന്നുവെങ്കിൽ തിരുവഴുത്തിന് ദൈവത്തിന്റെ വചനത്തിന് നീക്കം വരാൻ പാടില്ല. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ച, ഇപ്പൊ ഞാൻ ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചതാ അല്ലേ? ദൈവത്തിന് വേല ചെയ്തോണ്ടിരിക്കുക, അതുകൊണ്ട് ഞാൻ ദൈവമാകുമോ? ദേവനാണ്. ഹല്ലേലൂയ, സ്തോത്രം. ആ വചനം എവിടെ നിന്ന് എഴുതിയിരിക്കുന്നോ? സങ്കീർത്തനം 82:6 യേശു പറഞ്ഞത്. സ്തോത്രം. യോഹന്നാന്റെ സുവിശേഷത്തിലും എഴുതിക്കുന്നത് നിങ്ങൾ ദേവന്മാർ എന്നുള്ളത് ഇങ്ങനെയാണ്. ഈ ഗോഡാണ്, സ്മോൾ ലെറ്ററിലെ ഗോഡാണ്. പിതാവിന് മാത്രം ഇങ്ങനെയാ വരിക, വലിയ അക്ഷരത്തിലെ ഗോഡ്. ദൈവത്തിന്റെ അരുളപ്പാട് ലഭിച്ചവരെല്ലാം ദേവന്മാരാ. താഴോട്ട് വായിച്ചേ. യേശു അവരോട് എന്ന് നിങ്ങളുടെ ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടില്ലയോ? ന്യായപ്രമാണമാണ്. സങ്കീർത്തനമൊക്കെ എന്താ? ന്യായപ്രമാണമാണ്. തിരുവഴുത്തിന് നീക്കം വന്നുകൂടായല്ലോ. 39 വായിച്ചോ. ദൈവത്തിന്റെ പുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ദൈവം വിശദീകരിച്ച്, എങ്ങനെയാ വിശദീകരിച്ച് ലോകത്തിലേക്ക്. കണ്ടോ, കഴിഞ്ഞ ദിവസം നമ്മൾ പഠിപ്പിച്ചായിരുന്നു യേശുനാമത്തിന്റെ ഉപദേശത്തിനെതിരെ. ദൈവം ലോകത്തിലേക്ക് അവനെ അയച്ചതാ. അല്ലെങ്കിൽ വീണ്ടും പറഞ്ഞിരിക്കുകയാണ് അയച്ചിരിക്കുന്നു. ആ അയച്ചിനവനെ ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കണ്ട. പിതാവിന് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. എങ്ങനെ? മരിച്ചവരെ ഉയർപ്പിക്കുക, കുരുടന് കാഴ്ച കൊടുക്കുക, മുടന്തർ നടക്കുക. 38 വർഷമൊക്കെ എന്ത് ചെയ്തു? കിടപ്പ് രോഗികളൊക്കെ എന്ത് ചെയ്തു? സൗഖ്യമായി. അപ്പം ഈ പ്രവൃത്തി നിമിത്തം വായിക്കേ. എന്നെ വിശ്വസിപ്പിൻ എന്ന് പറഞ്ഞു. കണ്ടോ, എന്നിട്ട് പറയാം, വിശ്വസിക്കാതെ ഇരുന്നാലും പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ ഗ്രഹിച്ചറിയേണ്ടതിന് പ്രവൃത്തി എന്ത് ചെയ്യണം? പ്രവൃത്തി. യഹൂദന്മാരോട് പറയാം, നിങ്ങൾ പ്രവൃത്തിയെ വിശ്വസിക്കുക. ദൈവം മരിച്ചവർ ഉയർത്തുന്നു, അത് ദൈവത്തെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ. ഞാൻ എന്റെ പിതാവിന്റെ പ്രവൃത്തി ചെയ്യുന്നില്ലെങ്കിൽ എന്നെ വിശ്വസിക്കണ്ട. ചെയ്തുവെങ്കിലോ എന്നെ വിശ്വസിച്ചില്ലെങ്കിലും പിതാവ് എന്നിലും. കണ്ടോ, പിതാവ് എന്നിലും ഞാൻ പിതാവിലും എന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗ്രഹിച്ചറിയണം. എങ്ങനെ ഗ്രഹിക്കറിയുന്നത്? ജ്ഞാനത്താൽ എന്ത് ചെയ്യണം? അറിയണം. പ്രവൃത്തി എന്ത് ചെയ്യണം? വിശ്വസിപ്പിക്കും. അതുകൊണ്ട് കർത്താവ് ആരാണെന്ന് നിങ്ങൾ എന്ത് ചെയ്യണം? അറിയണം. ഇപ്പൊ പുത്രനാം ദൈവവും ഇല്ല, പിതാവാം ദൈവമേ ഉള്ളൂ. അല്ലല്ലോ, നമുക്ക് എത്ര ദൈവമേ ഉള്ളൂ? പിതാവായ ഏകദൈവമേ നമുക്കുള്ളൂ. യേശു ആരാന്ന് പറഞ്ഞേ? നമ്മുടെ കർത്താവ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ഇവർക്ക് ഇതിന്റെ ബാക്കി മറുപടി നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ആഴ്ച കൊടുക്കാം. കണ്ണുകൾ അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ഈ ആഴ്ച ദൈവം നമ്മളോട് സംസാരിച്ചതിനായി ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം. ദൈവം നമുക്ക് ഈ അറിവ് നൽകിയതോർത്ത് നമുക്ക് എന്ത് ചെയ്യാം? അനേകർക്ക് ലഭിക്കാതെ, ഇത് ബൈബിൾ കോളേജിലൊന്നും കിട്ടില്ല കേട്ടോ. ഈ ബൈബിൾ കോളേജിലൊന്നും പോയി പഠിച്ചാലൊന്നും കിട്ടത്തില്ല. യഹോവയുടെ പുസ്തകത്തിൽ എന്ത് ചെയ്യണം? വായിച്ച് അന്വേഷിച്ച് നോക്കിയാൽ എന്ത് ചെയ്യും? ഇത് കിട്ടും. ബൈബിൾ കോളേജിൽ പഠിപ്പിച്ചു കഴിഞ്ഞാൽ അത് ഏത് ബൈബിളാണ് അവർ പഠിപ്പിക്കുന്നത്? ഹല്ലേലൂയ, സ്തോത്രം. ദൈവശാസ്ത്രം എന്ന് പറയുന്നൊരു ബൈബിളാണ് അവർ പഠിപ്പിക്കുന്നത്. ഒരു 5 പേര് എഴുതിയ ദൈവം ഇന്ന പോലെ 3 പേരുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. തൃത്വം ഉണ്ടെന്നൊക്കെ പഠിപ്പിക്കുന്നുണ്ട്. അത് തെറ്റാണ്. ഹല്ലേലൂയ, സ്തോത്രം. അതുകൊണ്ട് ദൈവമക്കളെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പോൾ നിങ്ങളെ അല്ലെങ്കിൽ ഇരട്ടിച്ച നരകയോഗ്യരാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഈ ബ്രദറന്മാരെല്ലാം ഇതൊന്ന് കേൾക്കണം. അതുകൊണ്ട് നിങ്ങൾ പോകുന്ന വഴി ശരിയല്ല. ഹല്ലേലൂയ, സ്തോത്രം. അത് നിങ്ങൾ എന്ത് ചെയ്യണം? യഥാർത്ഥ വഴിയാകുന്ന ക്രിസ്തുവിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് എവിടെ പോകാൻ പറ്റുള്ളൂ? സ്വർഗ്ഗരാജ്യത്തിന് പോകാൻ പറ്റുള്ളൂ. അതിനായി നിങ്ങളെ ദൈവം ബലപ്പെടുത്തട്ടെ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. നല്ല പിതാവേ,
പരിശുദ്ധ ദൈവമേ, ഈ അനുഗ്രഹിക്കപ്പെട്ടതായ വിശുദ്ധ പോൽക്കാലത്തിനായി ഞങ്ങൾ അങ്ങേ വാടും. കർത്താവേ, നിന്റെ സത്യവചനത്തെ യഥാർത്ഥമായി പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിപ്പാൻ സംഗതിയില്ലാത്ത ദൈവത്തിൽ നിന്ന് കൊള്ളാവുന്ന വേലക്കാരായി എല്ലാ ബ്രദറന്മാരെയും എല്ലാ തൃത്തക്കാരെയും എല്ലാ ദുരുപദേശക്കാരും കർത്താവെ അതിൽ സത്യം അറിയുകയും സത്യം അവരെ സ്വതന്ത്രമാക്കുകയും ചെയ്യണമെന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, കാലലിയായി വചനം കേൾക്കുന്ന ഈ സത്യവചനം കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിലും ദൈവം നീ ഇടപെടണമെന്നാണ്. നിന്റെ പുത്രനെ നീ ഞങ്ങൾക്ക് നൽകി, ഞങ്ങൾക്ക് വേണ്ടി ഒരു മഹാപുരോഹിതൻ, ഞങ്ങളുടെ പ്രാർത്ഥന ഹാലലി അങ്ങയുടെ സന്നിധിയിലെത്തിപ്പാൻ, ഞങ്ങൾക്ക് വിടുതൽ തരുവാൻ ഒരു മഹാനാമമായി വന്ന പിതാവിന്റെ നാമമായി വന്ന കർത്താവ് യേശുവിന്റെ നാമത്തിൽ ദൈവമേ ഓരോരുത്തരോടും ദൈവം ഇടപെടണമേ. കർത്താവെ, അവരുടെ പാപത്തിൽ നിന്ന് അവർ വിടുവിക്കപ്പെടണം, അവർ കഴുകപ്പെടണം. അവർ കർത്താവെ വചനത്തെ മാറ്റി, കർത്താവെ സ്നാനത്തെ മാറ്റി ദുരുപദേശത്തെ കൊണ്ടുവന്ന് കർത്താവെ വിപരീത ഉപദേശം കെട്ടുകഥകളാൽ ദൈവം അനേകരെ വഞ്ചിച്ച് തങ്ങളെക്കാളും ഇരട്ടിച്ച് നരകയോഗ്യരാക്കുമ്പോൾ കർത്താവേ അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടണമേ. അല്ലെങ്കിൽ വചനം കേട്ട ഓരോരുത്തരുടെ മേൽ ദൈവത്തിന്റെ ആത്മാവ് വന്നതുപോലെ ദൈവത്തിന്റെ അത്യന്ത ശക്തിയുടെ മേൽ ഇറങ്ങി യേശുവിന്റെ നാമത്തിൽ അവർക്ക് വിടുതലുണ്ടാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. അല്ലെങ്കിൽ ആരും പട്ടുപോകരുത്, സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണം എന്നുള്ള ദൈവത്തിന്റെ ഹിതം ഇഷ്ടം നിറവേറുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവേ. പിന്മാരിയെ ഊറ്റണേശപ്പ, പിന്മാരിയുടെ കാലത്തിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. സകലരും ദൈവം ഇന്നെന്ന് അറിയുവാൻ, ദൈവം പിതാവായി ഏകദൈവമുള്ളതെന്ന് അറിയുവാൻ കൊണ്ടും ദൈവമേ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ കർത്താവായ യേശുവിന്റെ നാമത്തിൽ കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലും ദൈവത്തോട് നടക്കുന്നു. രോഗികളായിരിക്കുന്നവർ ദൈവമേ ഈ പ്രാർത്ഥനയിൽ കർത്താവെ ഇതിനോടൊപ്പം പ്രാർത്ഥിക്കുന്ന കർത്താവെ, മനുഷ്യനെ കൊണ്ട് അസാധ്യം ദൈവത്തിന് സാധ്യമാണ്. അപ്പ നിന്റെ ദൈവമായ കർത്താവിനെ നീ പരീക്ഷിക്കരുതെന്ന് ദൈവത്തിന്റെ വചനമാണ്. കർത്താവെ ഹാലലിയ, ദൈവം മനുഷ്യനെ കൊണ്ട് സാധ്യമല്ലാത്ത രോഗങ്ങൾ, കർത്താവെ മനുഷ്യനെ കൊണ്ട് കഴിയാത്തതായ വലിയ രോഗങ്ങൾ കർത്താവെ അത് ദൈവത്തെ കൊണ്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. യേശുവിന്റെ നാമത്തിൽ കർത്താവെ മാരക രോഗങ്ങളാൽ ഭാരപ്പെടുന്ന ഓരോരുത്തരുടെ മേൽ യേശുവിന്റെ കരം യേശുവിന്റെ നാമത്തിൽ ഇറങ്ങിക്കൊണ്ട് ഹല്ലേലൂയ ദൈവത്തോട് നടക്കണമെന്നാണ്. സൗഖ്യമാക്കുവാൻ പരിശുദ്ധന്റെ കരം നീട്ടണമേ. അങ്ങയുടെ പുത്രനായിരിക്കുന്ന യേശുവിന്റെ നാമം മഹത്വപ്പെടുമാർ ദൈവം അത്ഭുതം ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗികൾ സൗഖ്യം പ്രാപിക്കട്ടെ കർത്താവെ. പിശാചിന്റെ കെട്ടുനാൽ മന്ത്രവാദത്താൽ കുടുംബജീവിതം തകർന്നു കിടക്കുന്ന ചിലരെ ദൈവമേ നീ കാണിക്കുന്ന കർത്താവെ. ദൈവവചനം കേൾക്കുന്ന കർത്താവെ, അവരുടെ കുടുംബങ്ങളിൽ ദൈവം വിടുതലായിരിക്കണം കർത്താവെ. ഹല്ലേലൂയ. മന്ത്രവാദ കെട്ടുകൾ അഴിയപ്പെടണം യേശുവിന്റെ നാമത്തിൽ. ഹല്ലേലൂയ. ആത്മഹത്യയുടെ വക്കിലിരിക്കുന്ന ചില വ്യക്തികൾ കർത്താവെ, ദൈവത്തെക്കുറിച്ചുള്ള ഈ പരിജ്ഞാനത്താൽ ഹല്ലേലൂയ അവർ വിടുവിക്കപ്പെടണം നാഥ. അവർക്ക് ദൈവമേ പുതുവഴികളെ ദൈവം തുറന്നു കൊടുക്കണമേ. അവരെ കടഭാരങ്ങൾ യേശുവിന്റെ നാമത്തിൽ നീങ്ങണം. എൻ്റെ ദൈവം അങ്ങനെ ചെയ്തനായി സ്തോത്രം. കൃപയോടെങ്കിലും ബലപ്പെടുത്തണമേ. നന്മകളാൽ നിറയ്ക്കണേ നാഥ. യേശുവിന്റെ നാമത്തിൽ ചോദിക്കുന്നു കേൾക്കണേ നല്ല പിതാവേ. ആമേൻ.